അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. പ്രിയ നിറഞ്ഞ സഹോദരങ്ങളെ, ഷിയഈസത്തിൻ്റെ തുടക്കം അത് മഹാനായ സ്വഹാബി ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ വധവുമായി ബന്ധപ്പെട്ട ചില ദുഃഖകരമായ സംഭവങ്ങളോട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. ആ സംഭവം അതൊരു സാധാരണ ചരിത്ര സംഭവമോ അഭിപ്രായ വ്യത്യാസമോ മാത്രമായി നമുക്ക് കാണാൻ സാധിക്കുന്നതല്ല. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെതിരെ പല ദുരാരോപണങ്ങളും ഉന്നയിക്കപ്പെട്ടിട്ടുണ്ട്. ആ ആരോപണങ്ങൾ അടിസ്ഥാനമാക്കി ജനങ്ങളിൽ പല രൂപത്തിലുള്ള സംശയങ്ങളും അവ്യക്തതകളും രൂപപ്പെടുത്തിയെടുക്കാൻ അന്നത്തെ ഫിത്നയുടെ ആളുകൾക്ക് സാധിച്ചിട്ടുണ്ട്. അന്ന് ആ ഫിത്നയുടെ ആളുകൾ പ്രചരിപ്പിച്ച അതേ പ്രചാരണങ്ങൾ ഇന്നും ചില തൽപര കക്ഷികൾ കൊണ്ടു നടക്കുന്നു എന്നുള്ളതും നമ്മൾ തിരിച്ചറിയേണ്ട ഒരു വസ്തുതയാണ്. അന്ന് ആ ഫിത്നയുടെ ആളുകൾ ഉന്നയിച്ച ദുരാരോപണങ്ങൾ അത് യഥാർത്ഥത്തിൽ എത്രത്തോളം ശരിയായിരുന്നു, എത്രത്തോളം കെട്ടിച്ചമച്ച പ്രചാരണമായിരുന്നു എന്നതൊക്കെ അഹ്ലുസുന്നത്തിൻ്റെ പണ്ഡിതന്മാർ വളരെ കൃത്യമായി തെളിവുകളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളതാണ്. അത് പരിശോധിക്കുകയാണ് ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സഹോദരങ്ങളെ, ഇസ്ലാമിക സമൂഹത്തിൽ കുഴപ്പമുണ്ടാക്കാൻ ശ്രമിച്ച ആളുകൾ അവർ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന് നേരെ ഉന്നയിച്ച ഒന്നാമത്തെ ആരോപണം അത് അദ്ദേഹം തൻ്റെ ബന്ധുക്കളെ ഗവർണർമാരാക്കി നിശ്ചയിച്ചു എന്നതാണ്. ബന്ധുക്കൾക്ക് അദ്ദേഹം അധികാരം നൽകിക്കൊണ്ട് ആശ്രിത വാത്സല്യം കാണിച്ചു എന്നതാണ് അദ്ദേഹത്തിന് നേരെ ആരോപണമായി ഉന്നയിക്കപ്പെടുന്ന ഒരു വിഷയം. അങ്ങനെ ഉസ്മാൻ റളിയല്ലാഹു അൻഹു അധികാരം നൽകിയ ആളുകൾ മുആവിയ റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹി ഇബ്നു അബി സർഹ് റളിയല്ലാഹു അൻഹു, വലീദ് ഇബ്നു ഉഖ്ബ റളിയല്ലാഹു അൻഹു, സഈദ് ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹി ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹു, ഇവർക്കൊക്കെയാണ് ഉസ്മാൻ റളിയല്ലാഹു അൻഹു അധികാരം നൽകിക്കൊണ്ട് ഗവർണർമാരായി നിശ്ചയിച്ചു കൊടുത്തത് എന്ന ആരോപകരായ ആളുകൾ പറഞ്ഞു പ്രചരിപ്പിച്ച വിഷയമാണ് നമുക്ക് ആദ്യം പരിശോധിക്കാനുള്ളത്. ഈ എടുത്തു പറഞ്ഞ ആളുകളെ കൂടാതെ എത്രയോ ആളുകളെ ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഗവർണർമാരായി നിശ്ചയിച്ചിട്ടുണ്ട്. അബൂ മുസൽ അശ്അരി, ഖഅഖാ ഇബ്നു അംർ, ജാബിറുൽ മുസ്നി, ഹബീബ് ബിൻ മസ്ലമ, അബ്ദുറഹ്മാൻ ബിൻ ഖാലിദ് ബിൻ വലീദ്, അബുൽ അഅ്വർ സുൽമി, ഹക്കീം ഇബ്നു സലാമ, അശ്അസ് ഇബ്നു ഖൈസ്, ജരീർ ഇബ്നു അബ്ദുല്ല അൽ ബിജലി, ഉത്തൈബത്ത് ബിൻ നഹാസ്, മാലിക് ബിൻ ഹബീബ്, നസീറുൽ അജലി, സായിബ് ബിൻ അഖ്റ, സഈദ് ബിൻ ഖൈസ്, സൽമാൻ ബിൻ റബീഅ, ഖുനൈസ് ബിൻ ഖബീഷ് റളിയല്ലാഹു അൻഹും അജ്മഈൻ. സഹോദരങ്ങളെ, ഇത്രയും പേരുകൾ ഇവിടെ എടുത്തു പറഞ്ഞത്, ഈ പേരുകൾ കേട്ട നിമിഷം തന്നെ നമുക്കൊരു കാര്യം മനസ്സിലാകും. ഇവിടെ ആരോപകർ എടുത്തു പറഞ്ഞ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ബന്ധുക്കളായ ആളുകളേക്കാൾ എത്രയോ അധികമാണ് കുടുംബക്കാരല്ലാത്ത ഈ പേരെടുത്തു പറഞ്ഞ ആളുകൾ. സഹോദരങ്ങളെ, ഈ വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ മഹാനായ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് അദ്ദേഹം പഠിപ്പിക്കുന്നുണ്ട്, ഖുറൈശികളിൽ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ കുടുംബമായ ബനു ഉമയ്യയിൽ നിന്നുള്ളവരെക്കാൾ കൂടുതൽ ഗവർണർമാർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഉണ്ടായിരുന്നതായി നമുക്ക് അറിഞ്ഞുകൂടാ എന്നാണ്. കാരണം അവർ എണ്ണത്തിൽ കൂടുതലുള്ള ആളുകളാണ്, പദവിയും നേതൃത്വപാഠവുമുള്ള ആളുകളാണ് ബനു ഉമയ്യയിൽപ്പെട്ട ആളുകളെന്ന് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് പറയുന്നുണ്ട്. സഹോദരങ്ങളെ, നമ്മളിവിടെ മനസ്സിലാക്കണം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ഗോത്രമായ ഈ ബനു ഉമയ്യയിൽ നിന്ന് 5 ആളുകളെ ഗവർണർമാരായി പ്രവാചകൻ്റെ കാലഘട്ടത്തിൽ നിയമിച്ചിട്ടുള്ളതാണ്. അന്ന് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലഘട്ടത്തിലേതുപോലെ വിശാലമായ ഒരു സാമ്രാജ്യം ഇസ്ലാമിൻ്റെ ഭരണത്തിൻ്റെ കീഴിൽ അന്ന് നിലവിൽ വന്നിട്ടില്ല. എന്നിട്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 5 ആളുകളെ ഈ ബനു ഉമയ്യയിൽ നിന്ന് ഗവർണർമാരായി നിയമിച്ചിട്ടുണ്ട്. അത്താബ് ഇബ്നു ഉസൈദ്, അബൂ സുഫിയാൻ ഇബ്നു ഹർബ്, ഖാലിദ് ഇബ്നു സഈദ്, ഉസ്മാൻ ഇബ്നു സഈദ്, അബാൻ ഇബ്നു സഈദ് റളിയല്ലാഹു അൻഹും അജ്മഈൻ. ഇവരാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഗവർണർമാരായി നിയമിച്ച ബനു ഉമയ്യയിലെ ആ 5 ആളുകൾ. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ കുടുംബത്തിൽപ്പെട്ട ആളുകളാണ് ഇവർ. സഹോദരങ്ങളെ, പ്രവിശാലമായ ഇസ്ലാമിക സാമ്രാജ്യത്തിന് കീഴിൽ ഉസ്മാൻ റളിയല്ലാഹു അൻഹു നിയമിച്ച ബനു ഉമയ്യയിലെ ഗവർണർമാർ അവരും 5 ആളുകളാണ്. മാത്രമല്ല, ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഈ 5 ആളുകളെയും ഒരേ സമയത്ത് തന്നെ ഗവർണർമാരായിട്ട് നിയമിച്ചിട്ടില്ല. വലീദ് ബിൻ ഉഖ്ബത്തിനെ ഗവർണർ സ്ഥാനത്ത് നിന്ന് ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഒഴിവാക്കിയ സമയത്താണ് ആ സ്ഥാനത്ത് സഈദ് ഇബ്നുൽ ആസിനെ ഗവർണറായിട്ട് ഉസ്മാൻ റളിയല്ലാഹു അൻഹു ചുമതലപ്പെടുത്തുന്നത്.
അതായത് ബനു ഉമയ്യയിലെ 5 ആളുകളെയും ഒരേ സമയത്ത് ഗവർണർമാരായിട്ട് നമുക്ക് കാണാൻ സാധിക്കുകയില്ല എന്നാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട വിഷയം. ഇനി ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ഖിലാഫത്ത് കഴിയുന്നതിന് മുമ്പ് തന്നെ ഇതേ സഈദ് ബിൻ ആസിനെ ആ ഗവർണർ സ്ഥാനത്ത് നിന്ന് ഉസ്മാൻ റളിയല്ലാഹു അൻഹു മാറ്റിയിട്ടുണ്ട് എന്നത് കൂടി ഇതോടൊപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ മരണസമയത്ത് അദ്ദേഹത്തിൻ്റെ കുടുംബ ബന്ധത്തിൽപ്പെട്ട ബനു ഉമയ്യയിൽ നിന്ന് 3 ആളുകൾ മാത്രമാണ് ഗവർണർ പദവിയിൽ ഉണ്ടായിരുന്നത് എന്ന ചരിത്രം നമ്മൾ ആദ്യം തിരിച്ചറിയണം. ആ 3 ആളുകളാണ് മുആവിയ റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹ് ബിൻ അബി സർഅ് റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹ് ബിൻ ആമിർ ബിൻ ഖുറൈസ് റളിയല്ലാഹു അൻഹു. സഹോദരങ്ങളെ, ഇവിടെ പ്രത്യേകം ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഒഴിവാക്കിയ ആ 2 ഗവർണർമാർ, അതായത് വലീദ് ബിൻ ഉഖ്ബ റളിയല്ലാഹു അൻഹുവും സഈദ് ബിൻ ആസ് റളിയല്ലാഹു അൻഹുവും, അവർ 2 ആളുകളെയും ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഗവർണർ സ്ഥാനത്ത് നിന്ന് ഒഴിവാക്കിയത് അത് കൂഫയിൽ നിന്നാണ് എന്ന് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം. ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഭരണകാലത്ത് സഅദ് ബിൻ അബി വക്കാസ് റളിയല്ലാഹു അൻഹുവിനെയും അബ്ദുല്ലാഹ് ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനെയും ഇതേ കൂഫയിൽ നിന്നാണ് ഗവർണർ സ്ഥാനത്ത് നിന്ന് ഉമർ റളിയല്ലാഹു അൻഹു ഒഴിവാക്കിയിട്ടുള്ളത് എന്ന് നമ്മൾ തിരിച്ചറിയണം. അത് കുപ്രസിദ്ധമായ കൂഫയുടെ ഒരു പ്രത്യേകതയാണ് എന്നതാ സഹോദരങ്ങളെ പ്രത്യേകമായി കൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആ കൂഫക്കെതിരെയാണ് പിൽക്കാലത്ത് അലി റളിയല്ലാഹു അൻഹു പ്രാർത്ഥിച്ചിട്ടുള്ളത്. ആ കൂഫക്കാരാണ് ഹസൻ റളിയല്ലാഹു അൻഹുവിനെ വഞ്ചിച്ചിട്ടുള്ളത്. ആ കൂഫക്കാരാണ് മുസ്ലിം ഇബ്നു അഖീലുമായുള്ള കരാറ് ലംഘിച്ചു കളഞ്ഞത്. ആ കൂഫക്കാരാണ് ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ വധിച്ചു കളഞ്ഞത്. അതേ കൂഫക്കാരാണ് ഇവിടെ നമ്മൾ ചർച്ച ചെയ്യുന്ന ഉസ്മാൻ റളിയല്ലാഹു അൻഹുവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ബന്ധു നിയമനങ്ങളുമായി ബന്ധപ്പെട്ട ആക്ഷേപം ഉന്നയിച്ചുകൊണ്ട് സമൂഹത്തിൽ ഫിത്നകൾ ഉണ്ടാക്കാൻ വേണ്ടി തുടക്കം കുറിച്ചത് എന്ന് പ്രത്യേകം നമ്മളിവിടെ ഓർക്കേണ്ടതുണ്ട്. ഈ കൂഫക്കാർ ഒരിക്കലും അവരിലേക്ക് നിയോഗിക്കപ്പെട്ട ഗവർണർമാരെ ഉൾക്കൊണ്ടിട്ടില്ല എന്നതാണ് സഹോദരങ്ങളെ ഇസ്ലാമിക ചരിത്രം നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അതുകൊണ്ട് തന്നെ ആരോപണ വിധേയരായ കൂഫയിലെ ഗവർണർമാരെ ഉസ്മാൻ റളിയല്ലാഹു അൻഹു മാറ്റിയിട്ടുണ്ട് എന്ന് പറയുന്നത് ഒരു ആക്ഷേപമായി ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെതിരെ ഒരിക്കലും ഉന്നയിക്കാൻ സാധിക്കുകയില്ല എന്നതാണ് ഇതിലെ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം. ഉസ്മാൻ റളിയല്ലാഹു അൻഹു നിയോഗിച്ച ഓരോ ഗവർണർമാരും അവരുടെ നിയമനങ്ങളിൽ യോഗ്യതയുള്ള അർപ്പണബോധമുള്ള ആളുകളായിരുന്നു എന്നത് അറിയപ്പെട്ട കാര്യമാണ്. സഹോദരങ്ങളെ, ഇവിടെ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന് ശേഷം ഖലീഫയായ അലി റളിയല്ലാഹു അൻഹുവും അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളായ ആളുകളിൽ പ്രാപ്തനായ ആളുകളെ ഗവർണർ സ്ഥാനം ഏൽപ്പിച്ചിട്ടുണ്ട്. അലി റളിയല്ലാഹു അൻഹുവിൻ്റെ പിതൃവ്യനായ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൻ്റെ മക്കളിൽ അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, ഉബൈദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, ഉസം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, തമാം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, ഈ 4 ആളുകളെയും അലി റളിയല്ലാഹു അൻഹു ചുമതല ഏൽപ്പിച്ച ഗവർണർമാരായിരുന്നു. അലി റളിയല്ലാഹു അൻഹുവിൻ്റെ ബന്ധുവായിരുന്നു എന്നത് നമ്മളിവിടെ പ്രത്യേകം തിരിച്ചറിയേണ്ടതുണ്ട്. അതുപോലെ തന്നെ അലി റളിയല്ലാഹു അൻഹുവിൻ്റെ ഒരു ഭാര്യയുടെ ആദ്യത്തെ ഭർത്താവിലുണ്ടായ ഒരു മകൻ, അതായത് മുഹമ്മദ് ബിൻ അബീബക്കർ റഹിമഹുല്ലാ, അതുപോലെ തന്നെ അവരുടെ സഹോദരി ഉമ്മുഹാനിയുടെ മകൻ അബ്ദുറഹ്മാൻ, ഇവരൊക്കെ അലി റളിയല്ലാഹു അൻഹു വിവിധ പ്രദേശങ്ങളിൽ ഗവർണർമാരായി ചുമതലയേൽപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ഇസ്ലാമിക ചരിത്രത്തിൽ ആരും തന്നെ അലി റളിയല്ലാഹു അൻഹുവിനെ ഇതിൻ്റെ പേരിൽ വിമർശിച്ചിട്ടില്ല എന്നുള്ള വസ്തുത നമ്മൾ ഇതോടൊപ്പം മനസ്സിലാക്കേണ്ടതുണ്ട്. മറിച്ച് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് കുഴപ്പങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഉസ്മാൻ റളിയല്ലാഹു അൻഹു തൻ്റെ കുടുംബക്കാർക്ക് പല പദവികളും നൽകിയെന്ന ആക്ഷേപം ഉന്നയിക്കപ്പെട്ടിട്ടുള്ളത്. ഇവിടെ സഹോദരങ്ങളെ, അലി റളിയല്ലാഹു അൻഹു തൻ്റെ ബന്ധുക്കളിൽ നിന്ന് അധികാരമേൽപ്പിച്ച ആളുകളിൽ നിന്ന് അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് ഒഴികെയുള്ള മറ്റാളുകളെക്കാൾ എത്രയോ മഹത്തുക്കളും പദവികളുമുള്ള ആളുകളാണ് ഉസ്മാൻ റളിയല്ലാഹു അൻഹു അധികാരമേൽപ്പിച്ച ആ സ്വഹാബികൾ. ആരാണ് ആ സ്വഹാബികൾ? എന്താണ് അവർക്കുള്ള പ്രത്യേകത? ഇക്കാര്യം അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിൻ്റെ പണ്ഡിതന്മാർ വളരെ കൃത്യമായിക്കൊണ്ട് നമുക്കത് വിശദീകരിച്ചു തന്നിട്ടുണ്ട്. അതിലൊന്നാമത് അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ മകൻ മുആവിയ റളിയല്ലാഹു അൻഹു ആണ്. മുആവിയ റളിയല്ലാഹു അൻഹു ഷാമിലെ ഒരു മികച്ച ഗവർണറായിരുന്നു എന്ന കാര്യത്തിൽ ഒരു മുസ്ലിമിനും അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാൻ സാധ്യതയില്ല. ഷാമുകാർക്ക് അദ്ദേഹത്തെക്കുറിച്ച് പരാതികളൊന്നും ഉണ്ടായിരുന്നില്ല. ഷാമുകാർ അദ്ദേഹത്തെ തീവ്രമായി തന്നെ സ്നേഹിച്ച ആളുകളാണ്. അതുകൊണ്ടാണ് ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്തും ഈ മുആവിയ റളിയല്ലാഹു അൻഹുവിനെ ഗവർണറായി നിയോഗിക്കാൻ തിരഞ്ഞെടുക്കപ്പെട്ടത് എന്ന് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം. ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഈ വിഷയത്തിൽ ചെയ്തതെന്താ? ഉമർ റളിയല്ലാഹു അൻഹു തിരഞ്ഞെടുത്ത ആ ഗവർണർ സ്ഥാനം
അത് നിലനിർത്തിക്കൊണ്ട് ചില ഉത്തരവാദിത്തങ്ങൾ കൂടി അദ്ദേഹത്തിന് വർദ്ധിപ്പിച്ചു കൊടുക്കുകയാണ് ഉസ്മാൻ റളിയല്ലാഹു അൻഹു ചെയ്തിട്ടുള്ളത്. നമ്മൾ മനസ്സിലാക്കണം, മുആവിയ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ലഭിച്ചിരുന്ന വഹി എഴുതാൻ ചുമതലപ്പെടുത്തിയ വിശ്വസ്തരായ സ്വഹാബികളിൽപ്പെട്ട ഒരു വ്യക്തിത്വമായിരുന്നു എന്നത് നമ്മൾ ഒരിക്കലും വിസ്മരിക്കാൻ പാടില്ല. ഇമാം മുസ്ലിം രേഖപ്പെടുത്തിയ ഹദീസിൽ കാണാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ സ്നേഹിക്കുകയും ചെയ്യുന്നവരാണ് നിങ്ങളുടെ നേതാക്കളിൽ ഏറ്റവും മികച്ചവരായിട്ടുള്ളവർ എന്ന്. അവർ നിങ്ങൾക്ക് വേണ്ടിയും നിങ്ങൾ അവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുകയും ചെയ്യുമെന്ന. സഹോദരങ്ങളെ, ഇങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എടുത്തു പറഞ്ഞ ആ മികച്ച നേതാക്കളിൽപ്പെട്ട ഒരു വ്യക്തിത്വമാണ്, സ്വഹാബിയാണ് മുആവിയ റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിന് ഉസ്മാൻ റളിയല്ലാഹു അൻഹു നൽകിയ സ്ഥാനം എന്തടിസ്ഥാനത്തിലാണ് ഒരു വ്യക്തിക്ക് ഇങ്ങനെ വിമർശിക്കാൻ സാധിക്കുന്നത്? ഇനി സഹോദരങ്ങളെ, രണ്ടാമത്തെ വ്യക്തി അത് അബ്ദുല്ലാഹി ഇബ്നു സഅദ് ഇബ്നു അബീ സർഹ് റളിയല്ലാഹു അൻഹു ആണ്. അദ്ദേഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബാക്കളിലെ വളരെ പ്രമുഖനായ വ്യക്തിത്വമാണ്. ഒരവസരത്തിൽ ഇസ്ലാമിൽ നിന്ന് മുർത്തദ്ദായി പുറത്തുപോയ വ്യക്തിയായിരുന്നു അദ്ദേഹം. എന്നാൽ അദ്ദേഹം അള്ളാഹുവിലേക്ക് ധാരാളമായി തൗബ ചെയ്തുകൊണ്ട് അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് ആത്മാർത്ഥമായി മടങ്ങി വന്ന വ്യക്തിയാണ്. ഇമാം അബൂ ദാവൂദ് രേഖപ്പെടുത്തിയ ഒരു ഹദീസിൽ കാണാം, അദ്ദേഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്ക് എത്തിയപ്പോൾ ഉസ്മാൻ റളിയല്ലാഹു അൻഹു പ്രവാചകനോട് പറഞ്ഞു, അള്ളാഹുവിൻ്റെ പ്രവാചകരെ, അങ്ങ് അദ്ദേഹത്തിൻ്റെ ബൈഅത്ത് സ്വീകരിക്കണം. അദ്ദേഹം തൗബ ചെയ്ത് തിരിച്ചു വന്ന വ്യക്തിയാണ് എന്ന്. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിൽ നിന്ന് ആദ്യം ആ ബൈഅത്ത് സ്വീകരിച്ചില്ല. അതിനുശേഷം ഉസ്മാൻ റളിയല്ലാഹു അൻഹു രണ്ടാമതും മൂന്നാമതും ആ കാര്യം ആവർത്തിച്ചുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ കൈ അദ്ദേഹത്തിന് നീട്ടിക്കൊടുക്കുകയും അദ്ദേഹത്തിൽ നിന്നുള്ള ആ ബൈഅത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വീകരിക്കുകയും ചെയ്തു. സഹോദരങ്ങളെ, ഈ വ്യക്തി ഒരു മികച്ച ഭരണാധികാരിയായിരുന്നു എന്നതാണ് പിന്നീട് ചരിത്രം സാക്ഷ്യപ്പെടുത്തുന്നത്. ആഫ്രിക്ക ജയിച്ചടക്കിയതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള എല്ലാ മുന്നേറ്റങ്ങളും ഇദ്ദേഹത്തിൻ്റെ കൈകളിലൂടെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മുസ്ലിം ഉമ്മത്തിന് വിജയം നൽകിയിട്ടുള്ളത് എന്ന് ഇസ്ലാമിക ചരിത്രം നമുക്ക് പഠിപ്പിച്ചു തരുന്ന ഒരു യാഥാർത്ഥ്യമാണ്. ഒരു വിദ്യാർത്ഥിയും മറന്നുപോകാൻ പാടില്ലാത്ത ഒരു ചരിത്രമാണ് അത്. ഇമാം ദഹബി റഹിമഹുല്ല സിയർ അലാമിൻ നുബിലായിൽ രേഖപ്പെടുത്തിയത്, അബ്ദുല്ലാഹി ഇബ്നു സഅദ് ഇബ്നു അബീ സർഹ് റളിയല്ലാഹു അൻഹു അതിര് കവിഞ്ഞ വ്യക്തിയല്ല എന്ന. മക്ക വിജയ വർഷത്തിൽ ഇസ്ലാമിലേക്ക് തിരിച്ചു വന്ന ശേഷം അദ്ദേഹത്തിൻ്റെ പക്കൽ നിന്ന് ആക്ഷേപകരമായിട്ടുള്ള ഒരു പ്രവർത്തനവും ഉണ്ടായിട്ടില്ല എന്നാണ് പണ്ഡിതന്മാർ അദ്ദേഹത്തെക്കുറിച്ച് സാക്ഷ്യപ്പെടുത്തുന്നത്. അദ്ദേഹം ഏറ്റവും നല്ല ബുദ്ധിമാനായ ഉദാരമതിയായ ഒരു സഹാബിയായിരുന്നു എന്ന് പണ്ഡിതന്മാർ അദ്ദേഹത്തെക്കുറിച്ച് വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ സഹോദരങ്ങളെ, ഇത്രയും കഴിവുകളുള്ള ആഫ്രിക്കൻ രാജ്യങ്ങളൊക്കെ ജയിച്ചടക്കാൻ വേണ്ടി നേതൃത്വം നൽകിയ ഒരു സ്വഹാബിക്ക് ഉസ്മാൻ റളിയല്ലാഹു അൻഹു അധികാരം നൽകി എന്നത് എങ്ങനെയാണ് ഒരു വ്യക്തിക്ക് അതിനെ വിമർശിക്കാൻ സാധിക്കുന്നത്? ഇനി സഹോദരങ്ങളെ, മൂന്നാമത്തെ വ്യക്തി അത് സഈദ് ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു ആണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബികളിൽ ഉത്തമനായ വ്യക്തിത്വമായിരുന്നു അദ്ദേഹം. ഇമാം ദഹബി റഹിമഹുല്ല സിയർ അലാമിൻ നുബിലായിൽ അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നത്, ഖലീഫയാകാൻ അനുയോജ്യനായ വ്യക്തിയായിരുന്നു സഈദ് ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു എന്നാണ്. ശ്രദ്ധിക്കണം, ഗവർണറാകാൻ എന്നല്ല, ഖലീഫയാകാൻ അനുയോജ്യനായ വ്യക്തിയായിരുന്നു അദ്ദേഹം എന്നാണ് ഇമാം ദഹബി വിശേഷിപ്പിച്ചത്. മാന്യനും ഉദാരശീലനും വിവേകമതിയും ഭയഭക്തിയും മനക്കരുത്തുമൊക്കെയുള്ള ഉത്തമ വ്യക്തിത്വമായിരുന്നു സഈദ് ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു എന്നാണ് പണ്ഡിതന്മാർ അദ്ദേഹത്തെക്കുറിച്ച് വിശേഷിപ്പിച്ചത്. ഇത്രയും കഴിവുകളാൽ പ്രശംസിക്കപ്പെടുന്ന ഒരു വ്യക്തിക്ക് ഉസ്മാൻ റളിയല്ലാഹു അൻഹു അധികാരം നൽകിയെന്ന് പറയുമ്പോൾ അതിനെ എങ്ങനെയാണ് വിമർശിക്കാൻ സാധിക്കുന്നത് സഹോദരങ്ങളെ? ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട നാലാമത്തെ വ്യക്തി അത് അബ്ദുല്ലാഹി ഇബ്നു ആമിർ ഇബ്നു ഖുറൈസ് റളിയല്ലാഹു അൻഹു ആണ്. ഈ സ്വഹാബിയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവചിച്ചതുപോലെ കിസ്റയുടെ നാടുകളും അതുപോലെ ഖുറാസാനുമൊക്കെ ഇസ്ലാമിന് വേണ്ടി ജയിച്ചടക്കിയത്. പേർഷ്യൻ രാജ്യം പൂർണ്ണമായി ഇസ്ലാമിൻ്റെ കീഴിലേക്ക് കടന്നു വന്നത് അത് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ഖിലാഫത്ത് സമയത്ത് ഈ അബ്ദുല്ലാഹി ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹുവിൻ്റെ നായകത്വത്തിലാണ്. സജസ്ഥാൻ, കർമാൻ ഇതുപോലെയുള്ള മറ്റു പല നാടുകളും അബ്ദുല്ലാഹി ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹു ആണ് കീഴടക്കുന്നത്. അതുകൊണ്ട് അദ്ദേഹത്തെക്കുറിച്ച് ഇമാം ദഹബി റഹിമഹുല്ല സിയർ അലാമിൻ നുബിലായിൽ രേഖപ്പെടുത്തിയത്, അദ്ദേഹം അറബ് രാജാക്കന്മാരിലും ധീരന്മാരിലും ഉദാരമതികളിലുമൊക്കെ ഏറ്റവും പ്രമുഖരായ വ്യക്തികളിൽ ഒരാളാണ് എന്നാണ്. സഹോദരങ്ങളെ, ഇങ്ങനെ കഴിവും ധീരതയുമൊക്കെയുള്ള ഒരു വ്യക്തിക്ക് ഉസ്മാൻ റളിയല്ലാഹു അൻഹു അധികാരം നൽകിയതിനെ ഏത് അളവുകോൽ വെച്ചുകൊണ്ടാണ് വിമർശിക്കാൻ സാധിക്കുക? ഇനി സഹോദരങ്ങൾ, അഞ്ചാമത്തെ വ്യക്തി അത് വലീദ് ബിൻ ഉഖ്ബ റളിയല്ലാഹു അൻഹു ആണ്. വലിയ നേതൃത്വ പാടവമുള്ള, യുദ്ധരംഗത്ത് മികച്ച പോരാട്ട വൈദ്യമുള്ള വലീദ് ബിൻ ഉഖ്ബ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് ഈ മേഖലയിൽ
ഒരുപാട് പ്രശംസിക്കപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹം 5 വർഷക്കാലം കൂഫയിലെ ഗവർണറായിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രത്യേകത സാധാരണക്കാരായ ഏതൊരാൾക്കും അദ്ദേഹത്തെ നേരിൽ കണ്ട് സംസാരിക്കാനും അദ്ദേഹത്തോട് നേരിട്ട് ആക്ഷേപങ്ങൾ പങ്കുവെക്കുവാനും എല്ലാ ആളുകൾക്കും അദ്ദേഹം തുറന്ന അവസരം നൽകിയിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ വാതിൽ അത് അദ്ദേഹം അടച്ചിരുന്നില്ല എന്നാണ് ചരിത്രം അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നത്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, കൂഫയിലെ ജനങ്ങൾ അദ്ദേഹത്തെ ഒരുപാട് ഈ നിലക്ക് ഇഷ്ടപ്പെട്ടിരുന്നു എന്നാണ്. എന്നാലും കൂഫക്കാരുടെ ഒരു പൊതു സ്വഭാവമുണ്ട്. ആരിലും എന്തെങ്കിലും തരത്തിലുള്ള ഒരു ന്യൂനത കണ്ടെത്താൻ വേണ്ടി അവർ നന്നായി പരിശ്രമിക്കും. അങ്ങനെ ഈ വലീദ് ബിൻ ഉഖ്ബ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ചും കൂഫക്കാരായ ചില ആളുകൾ 2 ആക്ഷേപങ്ങൾ ഉന്നയിച്ചു. ഒന്നാമത്തെ ആക്ഷേപം സൂറത്തുൽ ഹുജറാത്തിലെ 6-ാമത്തെ ആയത്തുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയമാണ്. അതായത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ, യാ അയ്യുഹല്ലദീന ആമനൂ, അല്ലയോ സത്യവിശ്വാസികളെ, ഇൻ ജാഅകും ഫാസിഖും ബിനബഇൻ ഫതബയ്യനൂ അൻ തുസീബു ഖൗമൻ ബിജഹാലത്തിൻ ഫതുസ്ബിഹു അലാ മാ ഫഅൽതും നാദിമീൻ. ദുർമാർഗിയായ ഒരാൾ നിങ്ങളുടെ അടുക്കൽ വല്ല വാർത്തയും കൊണ്ടുവന്നാൽ നിങ്ങൾ അതിനെപ്പറ്റി അന്വേഷിച്ച് വ്യക്തമായി അറിയണം. അറിയാതെ വിഡ്ഢിത്തത്തിൽ വല്ല ജനങ്ങൾക്കും നിങ്ങൾ ആപത്തുണ്ടാക്കുകയും എന്നിട്ട് നിങ്ങൾ ചെയ്തതിൻ്റെ പേരിൽ നിങ്ങൾ ഖേദിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ കൽപ്പിക്കുന്നത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ഈ ഒരു ആയത്ത് വലീദ് ബിൻ ഉഖ്ബ റളിയല്ലാഹു അൻഹുവിൻ്റെ കാര്യത്തിലാണ് അവതരിച്ചിട്ടുള്ളത് എന്ന് കൂഫക്കാരായ ആളുകൾ വാദിച്ചു. പക്ഷേ ആ വാദം തഫ്സീറുകളിൽ പ്രാമാണികമായി വന്നിട്ടുള്ള വിശദീകരണങ്ങൾക്ക് എതിരാണ് എന്ന് സഹോദരങ്ങളെ നമ്മളിവിടെ പ്രത്യേകം മനസ്സിലാക്കേണ്ടതുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സ്വഹാബിയെ ബനുൽ മുസ്തലിഖിൻ്റെ സക്കാത്ത് പിരിച്ചെടുക്കാൻ വേണ്ടി ആ ഗോത്രത്തിൻ്റെ അരികിലേക്ക് ഈ സ്വഹാബിയെ അയച്ചപ്പോൾ അവിടെ എത്തുന്നതിന് മുമ്പ് ആ നാട്ടുകാരെല്ലാം തൻ്റെ നേരെ കൂട്ടം കൂട്ടമായി വരുന്നതാണ് അദ്ദേഹം കാണുന്നത്. അദ്ദേഹം പേടിച്ചുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്ക് തിരിച്ചു ചെന്നുകൊണ്ട് പറഞ്ഞു, അവരെന്നെ കൊല്ലാൻ പുറപ്പെട്ടു വന്നിരിക്കുകയാണ് എന്ന്. അന്നേരം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവരോട് ദേഷ്യം വരികയും അവരിലേക്ക് ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹുവിനെ അതേ ദൗത്യവുമായിട്ട് അയക്കുകയും ചെയ്തു. ആ സന്ദർഭത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ചതാണ് ഈ ആയത്ത് എന്നാണ് ചില പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുള്ളത്. ഏതായാലും ഈ വിഷയത്തിൽ, ഈ ആയത്തിൻ്റെ അവതരണ പശ്ചാത്തലവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. എന്നാൽ ഈ ഒരു പശ്ചാത്തലം അത് സത്യമാണ് എന്ന് സങ്കല്പിച്ചാൽ തന്നെ ഈ വിഷയത്തിൽ ഒരു കാര്യം ഉറപ്പിച്ചു പറയാൻ സാധിക്കും, വലീദ് ബിൻ ഉഖ്ബ റളിയല്ലാഹു അൻഹു അവിടെ ഉദ്ദേശപൂർവ്വം കള്ളം പറഞ്ഞിട്ടില്ല എന്ന്. തനിക്ക് മനസ്സിലായ അല്ലെങ്കിൽ തൻ്റെ ധാരണയിൽ വന്ന ഒരു കാര്യം അത് തെറ്റായിപ്പോയി എന്നതാണ് ഈ വിഷയത്തിൽ സംഭവിച്ചിട്ടുള്ള കാര്യം. അങ്ങനെ തെറ്റിദ്ധരിച്ച ഒരാളെ ഫാസിഖ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരിക്കലും വിളിക്കുകയില്ല എന്നതാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട വിഷയം. മാത്രമല്ല, ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ ഭരണകാലത്ത് ഈ വ്യക്തിക്ക് പല ചുമതലകളും ഇസ്ലാമിക ഭരണത്തിന് കീഴിൽ നൽകിയിട്ടുണ്ട് എന്നതുകൂടി ഇതോടൊപ്പം നമ്മൾ ചേർത്ത് മനസ്സിലാക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട വിഷയമാണ്. ഉമർ റളിയല്ലാഹു അൻഹുവും ഉസ്മാൻ റളിയല്ലാഹു അൻഹുവും ഒക്കെ വലീദ് ബിൻ ഉഖ്ബ റളിയല്ലാഹു അൻഹു ശക്തനായ, വിശ്വസ്തനായ, നീതിമാനായ സ്വഹാബിയാണ് എന്ന് മനസ്സിലാക്കിയിട്ടുള്ള ആളുകളാണ്. അദ്ദേഹം ഒരു ഫാസിഖായിരുന്നു എങ്കിൽ ഒരിക്കലും ഉമർ റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള സ്വഹാബികൾ അദ്ദേഹത്തിന് ചുമതലകൾ ഏൽപ്പിക്കുമായിരുന്നില്ല എന്നതാണ് പ്രധാനപ്പെട്ട വിഷയം. ഇനി സഹോദരങ്ങളെ, വലീദ് ബിൻ ഉഖ്ബ റളിയല്ലാഹു അൻഹുവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കൂഫക്കാരുടെ 2-ാമത്തെ ആരോപണം, അതൊരു ദിവസം വലീദ് റളിയല്ലാഹു അൻഹു ലഹരിയിലായിക്കൊണ്ട് ഫജർ നമസ്കരിച്ചു എന്നും ആ ഫജർ നമസ്കാരത്തിന് സലാം വീട്ടിയ ശേഷം ഞാൻ അധികരിപ്പിച്ചോ എന്ന് അദ്ദേഹം ചോദിച്ചപ്പോൾ ഇന്നു മുതൽ താങ്കൾ വർദ്ധിപ്പിച്ചിട്ടുണ്ട് എന്ന് അവർ മറുപടി പറഞ്ഞു എന്നതാണ് അവർ ഉന്നയിച്ച 2-ാമത്തെ ആരോപണം. ഇക്കാര്യം ഖലീഫയായ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ അവർ അറിയിക്കുകയും ഉസ്മാൻ റളിയല്ലാഹു അൻഹു ബാഹ്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിൻ്റെ മേൽ മദ്യപാനിയുടെ ശിക്ഷ നടപ്പിലാക്കി എന്നതാണ് വിമർശകർ ഉന്നയിക്കുന്ന ആരോപണം. വലീദ് ബിൻ ഉഖ്ബ റളിയല്ലാഹു അൻഹുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഈ ആരോപണവും ഉസ്മാൻ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ മേൽ നടപ്പിലാക്കിയ ശിക്ഷയും സ്വഹീഹ് മുസ്ലിമിൽ രേഖപ്പെടുത്തിയിട്ടുള്ള സംഭവമാണ്. എന്നാൽ സഹോദരങ്ങളെ, പണ്ഡിതന്മാർ ചർച്ച ചെയ്ത പല സംഭവങ്ങളും വിസ്മരിച്ചുകൊണ്ടാണ് പല ആരോപകരും ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ഭരണത്തിലെ വീഴ്ചകളാണ് ഇത്തരം സംഭവങ്ങൾ എന്ന് ചൂണ്ടിക്കാണിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇത് കേവലം ഒരു ആരോപണം മാത്രമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരിപ്പുള്ള കാലമായിരുന്നു എങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വഹിയിലൂടെ ഈ സംഭവത്തിൻ്റെ യാഥാർത്ഥ്യം എന്താണ് എന്ന് തീർച്ചയായും പുറത്തു കൊണ്ടുവരുമായിരുന്നു. എന്നാൽ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ഭരണകാലത്ത് ഇങ്ങനെ ഒരു ആരോപണം വന്നപ്പോൾ ആ ആരോപണ വിധേയനായ വ്യക്തി തൻ്റെ കുടുംബക്കാരനാണ് എന്നതിൻ്റെ പേരിൽ
അദ്ദേഹത്തെ സംരക്ഷിക്കുകയല്ല ഉസ്മാൻ റളിയല്ലാഹു അൻഹു ചെയ്തിട്ടുള്ളത്. മറിച്ച് അദ്ദേഹത്തിനെതിരെ സാക്ഷികളായി കൊണ്ടുവന്ന ആളുകളുടെ സാക്ഷ്യം അത് മുഖവിലക്കെടുത്തുകൊണ്ട് വലീദ് ബിൻ ഉഖ്ബ റളിയല്ലാഹു അൻഹുവിൻ്റെ മേൽ ശിക്ഷാ നടപടി സ്വീകരിക്കുകയാണ് ഉസ്മാൻ റളിയല്ലാഹു അൻഹു ചെയ്തിട്ടുള്ളത്. എന്നാൽ ഈ ഒരു വിധി നടപ്പിലാക്കിയതിലൂടെ അദ്ദേഹം മദ്യപിച്ചു എന്ന് പറയുന്ന കാര്യം അത് സ്ഥിരപ്പെട്ടു എന്ന് അതിന് അർത്ഥമില്ല സഹോദരങ്ങളെ. വലീദ് റളിയല്ലാഹു അൻഹു കൂഫയുടെ ഗവർണറായിരുന്ന സന്ദർഭത്തിൽ 2 ആളുകൾ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ കാണാൻ മദീനയിലേക്ക് വന്നിരുന്നു. ആ 2 ആളുകളിൽ ഒരാൾ പറഞ്ഞത്, ഞങ്ങൾ വലീദ് ബിൻ ഉഖ്ബയെ ഫജർ നമസ്കാരത്തിൽ ലഹരി ബാധിച്ച നിലയിൽ കണ്ടു എന്നാണ്. അതിൽ രണ്ടാമത്തെ വ്യക്തി പറഞ്ഞത്, ഞാൻ അദ്ദേഹം ഛർദ്ദിക്കുന്നതായി കണ്ടു എന്നാണ്. ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഈ 2 ആളുകളോട് പ്രതികരിച്ചത്, മദ്യപിക്കാതെ ഛർദ്ദിക്കുകയില്ലല്ലോ എന്നാണ്. ഈ സംസാരം നടക്കുന്ന സമയത്ത് ആ സദസ്സിൽ അലി റളിയല്ലാഹു അൻഹുവും ഹസൻ റളിയല്ലാഹു അൻഹുവും അതുപോലെ തന്നെ അബ്ദുല്ലാഹി ഇബ്നു ജഅഫർ റളിയല്ലാഹു അൻഹുവും ഒക്കെ അവരുടെ കൂടെയുമുണ്ട്. അവിടെ ഈ സ്വഹാബികളുടെ സാന്നിധ്യത്തിൽ വെച്ചുകൊണ്ടാണ് ആരോപണ വിധേയനായ വലീദ് ബിൻ ഉഖ്ബ റളിയല്ലാഹു അൻഹുവിനെ കൂഫയിലെ ഗവർണർ സ്ഥാനത്ത് നിന്ന് ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഒഴിവാക്കുന്നത്. സഹോദരങ്ങളെ, ഇവിടെ നമ്മൾ മനസ്സിലാക്കണം, പണ്ഡിതന്മാർ പറയുകയാണ് വലീദ് ബിൻ ഉഖ്ബ റളിയല്ലാഹു അൻഹുവിനെതിരെയുള്ള ഈ ഒരു സാക്ഷികളുടെ കാര്യത്തിൽ പല പ്രമുഖരും അത് കള്ളസാക്ഷ്യമാണ് എന്ന സംശയം രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്ന്. എന്നാൽ ഉസ്മാൻ റളിയല്ലാഹു അൻഹു ആ ആരോപകരായ ആളുകളുടെ സാക്ഷ്യം മുഖവിലക്കെടുത്തുകൊണ്ട് തൻ്റെ കുടുംബത്തിൽപ്പെട്ട വലീദ് റളിയല്ലാഹു അൻഹുവിനെ ശിക്ഷിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അവിടെ ആ സാക്ഷികൾ അവർ സത്യസന്ധരല്ല, ആക്ഷേപ വിധേയരായ ആളുകളാണ് എന്നതൊക്കെ പണ്ഡിതന്മാർ ചർച്ച ചെയ്തിട്ടുള്ള വിഷയമാണ്. എന്നിട്ടും സഹോദരങ്ങളെ, തൻ്റെ ബന്ധുവാണ് എന്ന കാരണത്താൽ വലീദ് റളിയല്ലാഹു അൻഹുവിനെതിരെയുള്ള സാക്ഷ്യത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ശിക്ഷ നടപ്പിലാക്കിയ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ എങ്ങനെയാണ് ബന്ധുക്കളെ അന്യായമായി സഹായിച്ചവനാണ് എന്ന് ആക്ഷേപിക്കാൻ സാധിക്കുക? ഉസ്മാൻ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ ശിക്ഷിക്കുകയും കൂഫയിലെ ഗവർണർ സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യുകയാണ് യഥാർത്ഥത്തിൽ ചെയ്തിട്ടുള്ളത് എന്നർത്ഥം. അപ്പോൾ ഉസ്മാൻ റളിയല്ലാഹു അൻഹു എങ്ങനെയാണ് ഇവരുടെ ഭാഷയിൽ തെറ്റുകാരനാകുന്നത്? ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ധീരതയും ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ യോഗ്യതയുമാണ് യഥാർത്ഥത്തിൽ ഈ സംഭവം അടയാളപ്പെടുത്തുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒരു ബന്ധുവായിട്ടും ഒരു ഗവർണറായിട്ടും ശിക്ഷ നടപ്പിലാക്കാൻ ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഒരു മടിയും കാണിച്ചിട്ടില്ല എന്നതാണ് ആ യോഗ്യതയ്ക്കുള്ള കാരണം. സഹോദരങ്ങളെ, ഇവിടെ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ഭരണത്തെ വിമർശിക്കാനുള്ള ഒരു വകയും ഈ 5 ഗവർണർമാരുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഇല്ല എന്നുള്ളതാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യം. ഇനി സഹോദരങ്ങളെ, ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ഭരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിമർശിക്കുന്ന രണ്ടാമത്തെ ആരോപണം അത് അബൂദർ റളിയല്ലാഹു അൻഹുവിനെ റബ്ദയിലേക്ക് നാട് കടത്തി എന്നുള്ളതാണ്. ഇതും പണ്ഡിതന്മാർ ചർച്ച ചെയ്തിട്ടുള്ള വിഷയമാണ്. ചരിത്രം പരിശോധിക്കുമ്പോൾ സഹോദരങ്ങളെ, ആദ്യകാലത്തെ പണ്ഡിതന്മാർ അവർ ഈ ഒരു സംഭവം ഉദ്ധരിക്കുമ്പോൾ ആ സംഭവം ആര് റിപ്പോർട്ട് ചെയ്തതാണ് എന്ന് അറിയിക്കുന്ന അതിലെ നിവേദകന്മാരുടെ പേര് കൂടി അതോടൊപ്പം അവർ ചേർത്ത് പറയാറുണ്ട്. അങ്ങനെ വിമർശിക്കപ്പെടേണ്ട കൃത്രിമമായ കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്ന ആക്ഷേപാർഹനായ സെയ്ഫ് ബിൻ ഉമർ എന്ന് പറയുന്ന വ്യക്തി റിപ്പോർട്ട് ചെയ്ത ചരിത്ര സംഭവമാണ് പല ആളുകളും ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെതിരിൽ വലിയ ഒരു തെളിവായി കൊണ്ടുവരാറുള്ളത്. അതായത് മുആവിയ റളിയല്ലാഹു അൻഹുവും അബൂദർ റളിയല്ലാഹു അൻഹു തമ്മിൽ എന്തോ ഒരു വാക്കുതർക്കമുണ്ടായപ്പോൾ അബൂദർ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് അവർ തങ്ങളെ അപകീർത്തിപ്പെടുത്തി എന്ന് പരാതിപ്പെട്ടുകൊണ്ട് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ അടുക്കിലേക്ക് ആളെ അയച്ചു എന്നാണ്. അന്നേരം ഉസ്മാൻ റളിയല്ലാഹു അൻഹു അബൂദർ റളിയല്ലാഹു അൻഹുവിനെ തൻ്റെ അടുക്കലേക്ക് അയക്കണമെന്ന കൽപ്പന നൽകി. അതിൻ്റെ അടിസ്ഥാനത്തിൽ മുആവിയ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ അടുക്കലേക്ക് പറഞ്ഞയച്ചു. ഉസ്മാൻ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ വഴക്ക് പറയുകയും റബ്ദയിലേക്ക് നാട് കടത്തുകയും ചെയ്തു എന്നതാണ് ആരോപണം ഉന്നയിക്കുന്ന സംഭവം. സഹോദരങ്ങളെ, യഥാർത്ഥത്തിൽ ഈ സംഭവം നടന്നിട്ടുള്ളത് ഇങ്ങനെയല്ല. ഇവിടെ പറഞ്ഞ രൂപത്തിലുള്ള ചരിത്രം അത് സ്ഥിരപ്പെട്ടതല്ല. മറിച്ച് ഈ വിഷയത്തിൽ സ്വഹീഹായ രൂപത്തിൽ ഇമാം ബുഖാരിയുടെ സ്വഹീഹിൽ ഇതിൻ്റെ യഥാർത്ഥ സംഭവം എന്താണ് എന്നത് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. സെയ്ദ് ബിൻ വഹബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, അദ്ദേഹം ഒരിക്കൽ റബ്ദയിലൂടെ നടന്നു പോകുമ്പോൾ അവിടെ വെച്ച് അബൂദർ റളിയല്ലാഹു അൻഹുവിനെ കണ്ടു. അന്നേരം ഈ സെയ്ദ് അബൂദർ റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, താങ്കൾ എന്താണ് ഇവിടെ താമസിക്കുന്നത് എന്ന്. ഈ ചോദ്യത്തിന് അബൂദർ റളിയല്ലാഹു അൻഹു നൽകിയ മറുപടി അത് കൃത്യമാണ്, അത് സത്യസന്ധമാണ്. അബൂദർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഞാൻ ഷാമിലായിരുന്നു. സ്വർണവും വെള്ളിയും നിക്ഷേപമാക്കി വെക്കുന്നതിനെക്കുറിച്ച് ഞാനും മുആവിയ റളിയല്ലാഹു അൻഹു തമ്മിൽ അഭിപ്രായ വ്യത്യാസമുണ്ടായി. മുആവിയ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അത് അഹ്ലുൽ കിതാബിനെ കുറിച്ച് അവതരിച്ചതാണ്. അന്നേരം അബൂദർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അവരുടെയും നമ്മുടെയും കാര്യത്തിൽ അവതരിച്ചതാണ് ഈ വിഷയമെന്ന്. അങ്ങനെ ഞങ്ങൾക്കിടയിൽ പ്രശ്നമുണ്ടായപ്പോൾ ഈ മസ്അലയിൽ ഞാൻ ജനങ്ങളെ ഇളക്കി വിടുന്നുണ്ട് എന്ന് ആവലാതിപ്പെട്ടുകൊണ്ട് മുആവിയ റളിയല്ലാഹു അൻഹു ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന് കത്തെഴുതി. അതിനെ തുടർന്ന്
ഉസ്മാൻ റളിയല്ലാഹു അൻഹു അബൂദർ റളിയല്ലാഹു അൻഹുവിനോട് മദീനയിലേക്ക് ചെല്ലണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കത്തെഴുതി. അബൂദർ റളിയല്ലാഹു അൻഹു മദീനയിൽ ചെന്നപ്പോൾ അദ്ദേഹത്തെ ആദ്യമായി കാണുന്നത് പോലെ ധാരാളം ആളുകൾ അദ്ദേഹത്തെ അവിടെ കണ്ടു എന്നാണ്. എന്നിട്ട് അബൂദർ റളിയല്ലാഹു അൻഹു ഉണ്ടായ കാര്യം ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ അറിയിച്ചു കൊടുത്തു. അന്നേരം ഉസ്മാൻ റളിയല്ലാഹു അൻഹു അബൂദർ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, താങ്കൾക്ക് വേണമെങ്കിൽ ഇവിടെ നിന്ന് വിട്ടു നിൽക്കാം, അപ്പോഴും ഞാൻ താങ്കളോട് ഏറെ അടുപ്പമുള്ളവൻ തന്നെയായിരിക്കും. അങ്ങനെ ഞാൻ ഇവിടെ വന്ന് താമസം തുടങ്ങി. എൻ്റെ നേതാവ് ഒരു ഹബിഷിയാണ് എങ്കിലും ഞാൻ അവരെ കേൾക്കുകയും അനുസരിക്കുകയും ചെയ്യും. സഹോദരങ്ങളെ, ഇതാണ് ഈ വിഷയത്തിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള സത്യസന്ധമായിട്ടുള്ള നിവേദനം. ഇവിടെ എവിടെയാണ് ഉസ്മാൻ റളിയല്ലാഹു അൻഹു അബൂദർ റളിയല്ലാഹു അൻഹുവിനെ റബ്ദയിലേക്ക് നാടുകടത്തി എന്നുള്ളത്, ആട്ടിപ്പായിച്ചു എന്നുള്ളത്? മുആവിയ റളിയല്ലാഹു അൻഹു ഒരിക്കലും സ്വഹാബിയായ അബൂദർ റളിയല്ലാഹു അൻഹുവിനെ അപമാനിച്ചുകൊണ്ട് ഷാമിൽ നിന്ന് മദീനയിലേക്ക് പറഞ്ഞയച്ചിട്ടില്ല. ഈ പ്രചാരണങ്ങളൊക്കെ ദുരുദ്ദേശപരമായിക്കൊണ്ട് തൽപര കക്ഷികൾ പ്രചരിപ്പിക്കുന്ന വാർത്തകളാണ്. എന്നാൽ സഹോദരങ്ങളെ, അബൂദർ റളിയല്ലാഹു അൻഹു റബ്ദയിലേക്ക് പോകാൻ പുറപ്പെട്ടപ്പോൾ ഉസ്മാൻ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട് പറഞ്ഞതായ ഒരു റിപ്പോർട്ട് പ്രമാണങ്ങളിൽ വന്നിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നതായി ഞാൻ കേട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഉസ്മാൻ റളിയല്ലാഹു അൻഹു പറയുകയാണ്, കെട്ടിടം കച്ചവടച്ചരക്കായി മാറുമ്പോൾ താങ്കൾ ഇവിടെ നിന്ന് പുറത്തു പോകണം, അത് അള്ളാഹുവിൻ്റെ പ്രവാചകനിൽ നിന്നുള്ള കൽപ്പനയാണ് എന്നാണ്. അപ്പോൾ സഹോദരങ്ങളെ, ഇതിലൂടെ നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും, ഉസ്മാൻ റളിയല്ലാഹു അൻഹു അബൂദർ റളിയല്ലാഹു അൻഹുവിനെ ഒരിക്കലും അപമാനിച്ചുകൊണ്ട് നാട് കടത്തിയിട്ടില്ല. അബൂദർ റളിയല്ലാഹു അൻഹുവിന് നൽകേണ്ട സ്ഥാനം അത് കാത്തു സൂക്ഷിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ സ്വഭാവവും അദ്ദേഹത്തിൻ്റെ നിലപാടുമൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സൂചനകൾ പരിഗണിച്ചുകൊണ്ടാണ് ഏറ്റവും നല്ല രൂപത്തിൽ അബൂദർ റളിയല്ലാഹു അൻഹുവിനോട് പെരുമാറിയ നേതാവാണ് ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. റബ്ദയിലേക്കുള്ള അബൂദർ റളിയല്ലാഹു അൻഹുവിൻ്റെ താമസം ഒരു ശിക്ഷയുടെയോ ഒരു പീഡനത്തിൻ്റെയോ ഫലമല്ല, മറിച്ച് സാഹചര്യങ്ങളും അബൂദർ റളിയല്ലാഹു അൻഹുവിൻ്റെ ജീവിത രീതിയുമൊക്കെ പരിഗണിച്ചുകൊണ്ടുള്ള ഒരു നീക്കമായിരുന്നു അത് എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പക്ഷേ ചരിത്രത്തെ വസ്തുതകളോടെ വായിക്കാതെ ദുർബലമായ റിപ്പോർട്ടുകൾ കൂട്ടിയിണക്കിക്കൊണ്ട് മഹത്തുക്കളായ സ്വഹാബികളെ തമ്മിൽ ഏറ്റുമുട്ടിച്ച് കാട്ടാൻ വേണ്ടി ചില കുതന്ത്രകാരികൾ എഴുതിപ്പിടിപ്പിച്ച ചരിത്രം മാത്രമാണ് സഹോദരങ്ങളെ ഈ വിഷയത്തിൽ സൂക്ഷ്മതയില്ലാത്ത ആളുകൾ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. ഇത് ഫിത്ന കടന്നു വരുന്നതിൻ്റെ ഒരു വഴിയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് സഹോദരങ്ങളെ, സ്വഹാബികളുടെ ചരിത്രം നമ്മൾ കേൾക്കുമ്പോൾ നമ്മളുടെ ഹൃദയത്തിൽ അവരെക്കുറിച്ച് ആദരവുണ്ടാകണം, നമ്മുടെ നാവിൽ നീതി ഉണ്ടാകണം, നമ്മുടെ വിധിയിൽ തെളിവുകൾ ഉണ്ടാകണം. കാരണം സ്വഹാബികളെ അപമാനിച്ചു കൊണ്ടല്ല സത്യം നമുക്ക് പ്രചരിപ്പിക്കാനുള്ളത്. സ്വഹാബികളുടെ മഹത്വം മനസ്സിലാക്കിക്കൊണ്ട് നീതിയോടുകൂടി സംസാരിച്ചു കൊണ്ടാണ് അവരുടെ ജീവിതത്തെ നമുക്ക് പ്രചരിപ്പിക്കാനുള്ളത്. അതുകൊണ്ട് ശിഈകൾ ഉൾപ്പെടെയുള്ള ആളുകൾ പ്രചരിപ്പിക്കുന്ന അബൂദർ റളിയല്ലാഹു അൻഹുവിനെ ഉസ്മാൻ റളിയല്ലാഹു അൻഹു റബ്ദയിലേക്ക് നാടുകടത്തി എന്ന് പറയുന്ന ആരോപണം അത് അടിസ്ഥാനരഹിതമാണ് എന്ന് നമ്മളിവിടെ തിരിച്ചറിയേണ്ടതുണ്ട്. ഇനി സഹോദരങ്ങളെ, ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ഭരണവുമായി ബന്ധപ്പെട്ട് അഹ്ലുസുന്നത്ത് നേരിടുന്ന മൂന്നാമത്തെ ആരോപണം അത് മർവാൻ ഇബ്നു ഹക്കം റളിയല്ലാഹു അൻഹുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ളതാണ്. ഉസ്മാൻ റളിയല്ലാഹു അൻഹു മർവാൻ റളിയല്ലാഹു അൻഹുവിന് ആഫ്രിക്കയിൽ നിന്നുള്ള യുദ്ധാർജിത സമ്പത്തിൽ നിന്ന് 1/5 കൊടുത്തു എന്നതാണ് അവർ ഉന്നയിക്കുന്ന ആരോപണം. യഥാർത്ഥത്തിൽ ഉസ്മാൻ റളിയല്ലാഹു അൻഹു അങ്ങനെ ഗനീമത്ത് സമ്പത്തിൽ നിന്ന് നേരിട്ട് 1/5 കൊടുത്തു എന്നതിന് സ്വഹീഹായ ഒരു രേഖയും ചരിത്രത്തിൽ കാണിച്ചു തരാൻ സാധിക്കുകയില്ല. പണ്ഡിതന്മാർ ഈ ആരോപണം പരിശോധിച്ചുകൊണ്ട് പറയുന്നത്, ഒരു പക്ഷേ ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഈ ഗനീമത്ത് സമ്പത്ത് അത് 5 വീതിച്ചുകൊണ്ട് അതിൽ ഭരണാധികാരികൾക്ക് അവകാശപ്പെട്ട 1/5 ഒരു ഭാഗം 1/5 കൊടുത്തിരിക്കാം എന്നതാണ്. അതായത് വിമർശകർ പ്രചരിപ്പിക്കുന്നത് പോലെ മുഴുവൻ 1/5 മർവാൻ റളിയല്ലാഹു അൻഹുവിന് കൊടുത്തു എന്നതിന് യഥാർത്ഥവുമായിട്ടൊരു ബന്ധവുമില്ല എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി ഭരണാധികാരികൾക്ക് അവകാശപ്പെട്ട 1/5 ഭാഗം, ആ 1/5 ഭാഗം അത് ഭരണാധികാരികൾക്ക് അവകാശപ്പെട്ടതാണ് എന്നുള്ളതിന് തെളിവ് സൂറത്തുൽ അൻഫാലിലെ 41-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നതാണ്, വഅലമു അന്നമാ ഗനിംതും മിൻ ഷൈഇൻ ഫഅന്ന ലില്ലാഹി ഖുമുസഹു വലിർറസൂലി വലിദിൽ ഖുർബാ വൽയതാമ വൽമസാകിനി വബ്നിസ് സബീൽ. നിങ്ങൾ യുദ്ധത്തിൽ നേടിയെടുത്ത ഏതൊരു വസ്തുവിൽ നിന്നും അതിൻ്റെ 1/5 അള്ളാഹുവിനും റസൂലിനും റസൂലിൻ്റെ അടുത്ത ബന്ധുക്കൾക്കും അനാഥകൾക്കും പാവപ്പെട്ടവർക്കും വഴിപോക്കന്മാർക്കും ഉള്ളതാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ യുദ്ധത്തിൽ നേടിയെടുത്ത ആ ഗനീമത്ത് സമ്പത്ത് അതിലെ ഒരു ഓഹരി അള്ളാഹുവിനും റസൂലിനുമാണ്, രണ്ടാമത്തെ ഓഹരി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത ബന്ധുക്കൾക്കാണ്, മൂന്നാമത്തെ ഓഹരി അനാഥകൾക്കാണ്, നാലാമത്തെ ഓഹരി പാവപ്പെട്ടവർക്കാണ്, 5-ാമത്തെ ഓഹരി വഴിപോക്കന്മാർക്കാണ്. ഇവിടെ ഒന്നാമത് പറഞ്ഞ
അള്ളാഹുവിനും റസൂലിനുമാണ് എന്ന് പറഞ്ഞ ആ ഒരു ഓഹരി റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലശേഷം അത് ഇസ്ലാമിക ഭരണാധികാരികൾക്ക് അവകാശപ്പെട്ടതാണ്. അപ്പോൾ ഇസ്ലാമിക സാമ്രാജ്യത്തിൻ്റെ ഭരണാധികാരിയായ ഉസ്മാൻ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന് ലഭിച്ച ആ ഒരു ഓഹരി അത് അദ്ദേഹത്തിന് ഇഷ്ടമുള്ളതുപോലെ വ്യവഹാരം നടത്താൻ യാതൊരു വിരോധവുമില്ല. അതുകൊണ്ട് ഭരണാധികാരി എന്ന നിലയിൽ തനിക്ക് അവകാശമുള്ള 5-1 ആഫ്രിക്ക പിടിച്ചടക്കി കഴിഞ്ഞാൽ അത് മർവാൻ ഇബ്നു ഹക്കം റളിയല്ലാഹു അൻഹുവിന് സമ്മാനമായി നൽകാമെന്ന് ഉസ്മാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട് എങ്കിൽ അതിൽ അനിസ്ലാമികമായി ഒന്നും തന്നെ ഉൾക്കൊള്ളുന്നില്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇത് അടിസ്ഥാനരഹിതമായ ഒരു ആരോപണം മാത്രമാണ്. തെളിവ് ഉറപ്പിക്കപ്പെടാത്ത ഒരു വാർത്തയെ പിടിച്ചുപറ്റിക്കൊണ്ട് മഹാനായ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ സ്വജനപക്ഷപാതിയാണ് എന്ന്, അന്യായം ചെയ്തവനാണ് എന്ന് ചിത്രീകരിക്കുന്നത് അത് നീതിയല്ല എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം സഹോദരങ്ങളെ. ചരിത്രമെന്ന് പറയുന്നത് കേൾക്കാൻ രസമുള്ള ഏതാനും ചില കഥകളുടെ ഒരു സംഗ്രഹമല്ല, മറിച്ച് ചരിത്രമെന്ന് പറയുന്നത് അത് പരിശോധന ആവശ്യമായ ഒരു അമാനത്താണ്. പ്രത്യേകിച്ച് സ്വഹാബികളുടെ കാര്യത്തിൽ ദുർബലമായ റിപ്പോർട്ടുകൾ വലുതാക്കി കാണിക്കുകയും സത്യത്തെ ചെറുതാക്കി വെച്ചുകൊണ്ട് അത് മറച്ചു പിടിക്കുകയും ചെയ്യുന്ന ഫിത്ന അത് വലിയ അപകടമാണ് സമൂഹത്തിൽ ഉണ്ടാക്കി വെക്കുന്നത് എന്ന് നമ്മൾ ഇതോടൊപ്പം വളരെ ഗൗരവപൂർവ്വം മനസ്സിലാക്കേണ്ടതുണ്ട്. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള ഒരു സ്വഹാബിക്കെതിരെ ഉയർത്തപ്പെട്ടിട്ടുള്ള ഇത്തരം ആരോപണങ്ങൾ തെളിവിൻ്റെ വെളിച്ചത്തിൽ നോക്കുമ്പോൾ കരുത്തില്ലാത്തതാണ് എന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാൻ സാധിക്കും. ഇനി സഹോദരങ്ങളെ, ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ഭരണവുമായി ബന്ധപ്പെട്ട് അഹ്ലുസുന്നത്ത് നേരിടുന്ന 4ാമത്തെ ആരോപണം അത് ഉസ്മാൻ റളിയല്ലാഹു അൻഹു പരിശുദ്ധ ഖുർആൻ കത്തിച്ചു കളഞ്ഞു എന്നതാണ്. യഥാർത്ഥത്തിൽ എന്താണ് ഇവിടെ സംഭവിച്ചത് എന്ന് വളരെ ശാന്തമായി നീതിപൂർവകമായി പരിശോധിക്കേണ്ട ഒരു കാര്യമാണ്. സഹോദരങ്ങളെ, ഇസ്ലാമിക രാജ്യത്തിൻ്റെ അതിർത്തികൾ വ്യാപിച്ചതോടെ പല പ്രദേശങ്ങളിലുമുള്ള മുസ്ലിങ്ങൾ പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നത് വ്യത്യാസങ്ങൾ പ്രകടമാകാൻ തുടങ്ങി. വിവിധ ഗോത്രങ്ങളുടെയും പ്രദേശങ്ങളുടെയും ഭാഷാഭേദങ്ങൾ അതിന് കാരണമായിട്ടുണ്ട്. ചിലർ അടയാളപ്പെടുത്തിയ ആയത്തുകളിൽ തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട്. ഖുർആൻ പാരായണത്തിൻ്റെ വിഷയത്തിൽ ആളുകൾ തമ്മിൽ തർക്കങ്ങൾ ഉയരുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങിയപ്പോൾ ഈ സാഹചര്യം നേരിൽ കണ്ട ഹുദൈഫ റളിയല്ലാഹു അൻഹു ഈ ഒരു വിഷയം അതീവ ഗൗരവത്തോടു കൂടി ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ദുർബലപ്പെടുത്തിയ പല പാരായണ രീതികൾ പോലും ജനങ്ങൾ പിൻപറ്റുന്ന അവസ്ഥയുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറക്കിക്കൊടുത്ത രൂപത്തിലുള്ള അതേ പാരായണം അത് ജനങ്ങളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുമോ എന്നത് സ്വഹാബികൾ വളരെയധികം ഭയപ്പെട്ടിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഉസ്മാൻ റളിയല്ലാഹു അൻഹു ജനങ്ങളുടെ കൈകളിലുണ്ടായിരുന്ന എല്ലാ ഖുർആനിൻ്റെ കോപ്പികളും കത്തിച്ച് കളയാൻ വേണ്ടി ഉത്തരവിട്ടു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്ഥിരപ്പെട്ടു വന്ന ഖിറാഅത്തുകൾ മാത്രമുള്ള ഒരു മുസാഫ് അത് എഴുതി തയ്യാറാക്കാൻ വേണ്ടി ഒരാളെ ചുമതലപ്പെടുത്തുകയും ചെയ്തു. അതും അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഭരണകാലത്ത് ഒന്നാമതായി പരിശുദ്ധ ഖുർആൻ ക്രോഡീകരിക്കാൻ വേണ്ടി ചുമതല ഏൽപ്പിച്ച അതേ സെയ്ദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹുവിനെയാണ് ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഈ ഒരു മുസ്ഹഫ് തയ്യാറാക്കാൻ വേണ്ടി ചുമതല ഏൽപ്പിക്കുന്നത്. ഇബ്നുൽ അറബി റഹിമഹുല്ലാഹി പോലെയുള്ള പണ്ഡിതന്മാർ പറഞ്ഞത് ഉസ്മാൻ റളിയല്ലാഹു അൻഹു ചെയ്ത ഈ ഒരു പ്രവർത്തനം അത് അദ്ദേഹം ചെയ്ത നന്മകളിലെ ഏറ്റവും വലിയ നന്മയാണ് എന്ന്. മുസ്ലിം ഉമ്മത്തിന് ഉസ്മാൻ റളിയല്ലാഹു അൻഹു നൽകിയ ഏറ്റവും വലിയ ഒരു സംഭാവനയാണ് ഇത് എന്ന പണ്ഡിത ലോകം അഭിപ്രായപ്പെടുന്നത്. തീർച്ചയായും മുസ്ലിങ്ങൾക്കിടയിൽ പൊട്ടിപ്പുറപ്പെട്ട ഖുർആനുമായി ബന്ധപ്പെട്ട വലിയ ഒരു അഭിപ്രായ ഭിന്നത അത് ഉസ്മാൻ റളിയല്ലാഹു അൻഹു മുഖേനയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല തുടച്ചു നീക്കുന്നത്. യഥാർത്ഥത്തിൽ അള്ളാഹുവിൻ്റെ കലാമായ ഈ പരിശുദ്ധ ഖുർആൻ അതിനെ സംരക്ഷിക്കുകയാണ് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്തിട്ടുള്ളത് എന്നാണ് അഹ്ലുസുന്നത്തിൻ്റെ പണ്ഡിതന്മാർ വളരെ കൃത്യമായി കൊണ്ട് ഈ ഒരു വിഷയത്തെ വിശദീകരിച്ചിട്ടുള്ളത്. ഈ ഒരു സംഭവം ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ വലിയ ഒരു പോരിശയാണ്. അദ്ദേഹത്തിൻ്റെ ദീർഘദൃഷ്ടിയും നേതൃപാഠവുമൊക്കെ വിളിച്ചറിയിക്കുന്ന വലിയ ഒരു ചരിത്ര സംഭവമാണ്. അതല്ലാതെ ഷിയകളും അതുപോലെ തന്നെ അവരിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട മറ്റു ഇതര പ്രസ്ഥാനങ്ങളും പ്രചരിപ്പിക്കുന്നത് പോലെയല്ല ഈ ഖുർആൻ സംരക്ഷണവുമായി ബന്ധപ്പെട്ട വിഷയം എന്ന് നമ്മൾ ഇവിടെ പ്രത്യേകം മനസ്സിലാക്കേണ്ടതുണ്ട്. ഇനി സഹോദരങ്ങളെ, ഉസ്മാൻ റളിയല്ലാഹു അൻഹുവുമായി ബന്ധപ്പെട്ട് അഹ്ലുസുന്നത്തിൻ്റെ പണ്ഡിതന്മാർ നേരിട്ട 5ാമത്തെ ആരോപണം ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ഭരണകൂടം അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനെ ക്രൂരമായി മർദ്ദിച്ചുവെന്നും അമ്മാർ ബിൻ യാസിർ റളിയല്ലാഹു അൻഹുവിനെ വാരിയല്ലുകൾ പൊട്ടുമാറി അടിച്ചുവെന്നും പറയുന്ന പച്ചക്കള്ളമാണ്. സഹോദരങ്ങളെ, ഇങ്ങനെ കളവ് പ്രചരിപ്പിക്കുന്ന ആളുകൾ അവർ ഒരു നിമിഷം പോലും ചിന്തിക്കുന്നില്ല ഇത്തരം ഭീകരമായ ഒരു സംഭവം യഥാർത്ഥത്തിൽ നടന്നിരുന്നു എങ്കിൽ അത് വ്യക്തമായും സ്ഥിരപ്പെട്ടുകൊണ്ട് തെളിവുകൾ നിറഞ്ഞു നിൽക്കുന്ന രൂപത്തിൽ അനേകം വഴികളിലൂടെ ചരിത്രത്തിൽ അത് സ്ഥാനം പിടിച്ച ഒരു വർത്തമാനമാകുമായിരുന്നു. എന്നാൽ ഈ ഒരു കള്ളക്കഥ ആരോപിക്കുന്ന ആളുകൾക്ക്
ഈ ഒരു വിഷയത്തിൽ ഒരൊറ്റ തെളിവ് പോലും ഇന്നോളം മുന്നോട്ട് വെക്കാൻ സാധിച്ചിട്ടില്ല എന്നത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഈ ആരോപണം അത് വളരെ വലുതാണ് എങ്കിലും ഈ ആരോപണത്തിൻ്റെ അടിത്തറ അങ്ങേയറ്റം ശൂന്യമാണ് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. ചരിത്രത്തെ സത്യത്തിൻ്റെ വെളിച്ചത്തിൽ നോക്കുമ്പോൾ ഇത് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ ബോധപൂർവം മലിനമാക്കാൻ വേണ്ടി ഉദ്ദേശപൂർവം പ്രചരിപ്പിക്കപ്പെട്ട പച്ചക്കള്ളം മാത്രമാണ് എന്ന് നമുക്ക് ബോധ്യപ്പെടും. മഹത്തുക്കളായ സഹാബികളെ ചെറുതാക്കാൻ വേണ്ടി ഈ രൂപത്തിലുള്ള കഥകൾ പടച്ചുണ്ടാക്കുക എന്ന് പറയുന്നത് ഒരു പക്ഷേ എളുപ്പമുള്ള കാര്യമായിരിക്കും. പക്ഷേ ആ കഥകൾക്ക് കെട്ടിച്ചമച്ചുകൊണ്ടൊരു തെളിവുണ്ടാക്കാൻ ഇസ്ലാമിക പ്രമാണങ്ങളുമായി ഒരല്പം ബോധമുള്ള ആളുകൾക്ക് നന്നായി അറിയാം അതൊരിക്കലും സാധിക്കുന്ന വിഷയമേ അല്ല എന്നുള്ളതാണ്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള പ്രചാരണങ്ങൾ കേൾക്കുമ്പോൾ നമ്മൾ വിശ്വാസികളുടെ നിലപാട് അത് വ്യക്തമായിരിക്കണം. തെളിവുകളില്ലാത്ത ആരോപണങ്ങൾ കൊണ്ട് സ്വഹാബികളുടെ അഭിമാനത്തെ മുറിവേൽപ്പിക്കാൻ ഒരിക്കലും സാധിക്കുകയില്ല. സത്യം എന്നു നിലനിൽക്കും, നുണകൾ ചീട്ടുകൊട്ടാരം പോലെ തകർന്നു വീഴും എന്നുള്ളത് ഗൗരവത്തോടു കൂടി തന്നെ ആരോപകരായ ആളുകൾ കൂടി അത് മനസ്സിലാക്കേണ്ടതുണ്ട്. ഇനി സഹോദരങ്ങളെ, ഉസ്മാൻ റളിയല്ലാഹു അൻഹുമായി ബന്ധപ്പെട്ട അടുത്ത ആരോപണം, അതായത് 6ാമത്തെ ആരോപണം, അത് ഹിമയുടെ വിസ്തൃതി വർദ്ധിപ്പിച്ചു എന്നതാണ്. അറബിയിൽ അൽ ഹിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സക്കാത്ത് വിഹിതത്തിലുള്ള കാലികൾക്കും ഒട്ടകങ്ങൾക്കുമൊക്കെ വേണ്ടി പ്രത്യേകമായി സംരക്ഷിച്ച അവരെ മേയ്ക്കാനുള്ള ഒരു പ്രദേശമാണ്. പൊതുജനങ്ങൾക്കായി തുറന്നിടാത്ത മുസ്ലിങ്ങളുടെ പൊതുസമ്പത്തായ സക്കാത്ത് വിഹിതത്തിലുള്ള കാലികളെ പരിപാലിക്കാൻ വേണ്ടി മാത്രം ഭരണകൂടം പ്രത്യേകമായി നിശ്ചയിച്ചു വച്ചിട്ടുള്ള സ്ഥലമാണ് ഈ ഹിമ എന്ന് പറയുന്ന പ്രദേശം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരു ഹിമ ഉണ്ടായിരുന്നു എന്ന് സ്വഹീഹുൽ ബുഖാരിയിൽ നമുക്ക് കാണാൻ സാധിക്കും. അതിനെക്കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് ഈ ഹിമ അള്ളാഹുവിൻ്റെയും അവൻ്റെ റസൂലിൻ്റെയും ഹിമയാണ് എന്ന്. ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഭരണകാലത്തും സക്കാത്തിൻ്റെ വിഹിതമായി ലഭിച്ച ഒട്ടകങ്ങളെ മേയ്ക്കുന്നതിന് വേണ്ടി ഇത്തരത്തിലുള്ള ഹിമ നിലവിലുണ്ടായിരുന്നു എന്ന് കാണാൻ സാധിക്കും. ഈ ഒരു പ്രത്യേക പ്രദേശത്ത് സക്കാത്തിൻ്റെ വിഹിതമായ ഒട്ടകങ്ങളെയല്ലാതെ അദ്ദേഹം അവിടെ മേയാൻ അനുവദിച്ചിരുന്നില്ല. ആ ഒട്ടകങ്ങളെ പ്രത്യേകമായി മേയിച്ചത് കൊണ്ട് തന്നെ അവിടെയുള്ള ഒട്ടകങ്ങൾ തടിക്കുകയും അത് ജനങ്ങൾക്ക് കൂടുതൽ പ്രയോജനപ്പെടുകയും ചെയ്തിരുന്നു എന്നാണ് ചരിത്രം നമുക്ക് പറഞ്ഞു തരുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ഭരണകാലത്ത് സംഭവിച്ചതും ഇതേ കാര്യത്തിൻ്റെ ഒരു തുടർച്ച മാത്രമാണ്. അദ്ദേഹത്തിൻ്റെ ഭരണകാലത്ത് ഇസ്ലാമിക രാഷ്ട്രം വികസിച്ചിട്ടുണ്ട്, സക്കാത്ത് വിഹിതം വർദ്ധിച്ചിട്ടുണ്ട്. അതിനനുസരിച്ചുകൊണ്ട് സക്കാത്ത് വിഹിതവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടെ ലഭിച്ച ആ ഒട്ടകങ്ങളിലും വർധനവുണ്ടായിട്ടുണ്ട്. അപ്പോൾ ആ ഒട്ടകങ്ങളെ സംരക്ഷിക്കാൻ മുമ്പുണ്ടായിരുന്ന ഹിമയുടെ പരിധി അത് മതിയാകാതെ വന്നപ്പോഴാണ് ഉസ്മാൻ റളിയല്ലാഹു അൻഹു ആ ഹിമയുടെ വിസ്തൃതി അത് വർദ്ധിപ്പിച്ചത് എന്നതാണ് വാസ്തവം. ഇത് ആരുടെയെങ്കിലും സ്വകാര്യ സ്വത്ത് തട്ടിയെടുത്തുകൊണ്ടല്ല, ഏതെങ്കിലും ജനങ്ങളെ പീഡിപ്പിച്ചുകൊണ്ടല്ല, പൊതുസമ്പത്തായ സക്കാത്ത് വിഹിതത്തെ ഏറ്റവും നല്ല രൂപത്തിൽ പരിപാലിക്കാൻ വേണ്ടി നടത്തിയ ഭരണപരമായ അനിവാര്യമായ ഒരു നടപടിയാണ് ഉസ്മാൻ റളിയല്ലാഹു അൻഹു അന്നേരം ചെയ്തിട്ടുള്ളത്. എന്നാൽ അവിടെ ശത്രുക്കൾ ചെയ്തതെന്താണ്? പൊതുനന്മക്കായി ഉസ്മാൻ റളിയല്ലാഹു അൻഹു എടുത്ത ഈ ഒരു തീരുമാനത്തെ പോലും വ്യക്തിപരമായ അധികാര ദുരുപയോഗമായി ചിത്രീകരിക്കുകയാണ് അവർ ചെയ്തിട്ടുള്ളത്. യഥാർത്ഥത്തിൽ ഈ ആരോപണത്തിന് ഉസ്മാൻ റളിയല്ലാഹു അൻഹു തന്നെ കൃത്യമായ മറുപടി പറഞ്ഞിട്ടുണ്ട്. ഇമാം അഹ്മദ് രേഖപ്പെടുത്തിയ ഹദീസിൽ കാണാം, ആരോപകർ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുന്നുണ്ട്, താങ്കൾ ഉണ്ടാക്കിയ ഹിമയെക്കുറിച്ച് താങ്കൾ ആലോചിച്ചിട്ടുണ്ടോ? അള്ളാഹു അതിന് താങ്കൾക്ക് അനുമതി നൽകിയിട്ടുണ്ടോ? അതോ താങ്കൾ അള്ളാഹുവിൻ്റെ പേരിൽ വ്യാജമായി ജൽപ്പിച്ചുകൊണ്ട് ഉണ്ടാക്കിയതാണോ ഇതെല്ലാം എന്നാണ്. അപ്പോൾ ഉസ്മാൻ റളിയല്ലാഹു അൻഹു അവരോട് പറയുന്നുണ്ട്, എനിക്ക് മുമ്പ് സക്കാത്തിൻ്റെ ഒട്ടകങ്ങൾക്കായി മറ്റാരും കടക്കാൻ പാടില്ലാത്ത ഒരു ഹിമ ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ അധികാരമേറ്റപ്പോൾ സക്കാത്തിൻ്റെ വിഹിതത്തിൽ വർധനവുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ആ ഹിമയുടെ സ്ഥലം വിപുലീകരിക്കേണ്ട ആവശ്യം അനിവാര്യമായി വന്നു എന്ന് ഉസ്മാൻ റളിയല്ലാഹു അൻഹു അവർക്ക് മറുപടി നൽകി. സഹോദരങ്ങളെ, ഇവിടെ നമ്മൾ മനസ്സിലാക്കണം, സക്കാത്തിൻ്റെ വിഹിതമായി ലഭിച്ച ഒട്ടകങ്ങൾ കൂടിയപ്പോൾ അതിനെ മേയ്ക്കാനുള്ള സ്ഥലത്തിൻ്റെ വിസ്തൃതി വർദ്ധിപ്പിച്ചു എന്ന് പറയുന്നത് അത് ഒരിക്കലും അന്യായമാകുന്നില്ല. മറിച്ച് ആ ചെയ്തത് ഒരു മികച്ച ഉത്തരവാദിത്ത നിർവഹണമാണ്. ആ ഒരു ഉത്തരവാദിത്തത്തെ പോലും ഒരു കുറ്റമാക്കി കാണിക്കുന്ന ആളുകൾ, സഹോദരങ്ങളെ, അവരുടെ പ്രശ്നം എന്താണ്? അത് ഉസ്മാൻ റളിയല്ലാഹു അൻഹു എന്തു ചെയ്തു എന്നതല്ല അവരുടെ പ്രശ്നം, മറിച്ച് ഉസ്മാൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് അവരുടെയൊക്കെ പ്രശ്നം. ഇവിടെ പൊതുസമ്പത്ത് കാത്തപ്പോൾ അധികാര ദുരുപയോഗം എന്ന് പറഞ്ഞവർ ആ പൊതുസമ്പത്ത് സംരക്ഷിച്ചിട്ടില്ല എങ്കിൽ ഉത്തരവാദിത്തമില്ലാത്തവനെന്ന് പറഞ്ഞ് ആക്ഷേപിക്കാൻ അവർ യാതൊരു മടിയും കാണിക്കുകയില്ല എന്നതാണ് നമ്മളിവിടെ തിരിച്ചറിയേണ്ടത്. ഇനി സഹോദരങ്ങളെ, ഉസ്മാൻ റളിയല്ലാഹു അൻഹുവുമായി ബന്ധപ്പെട്ട 7ാമത്തെ ആരോപണം, അത് യാത്രയിൽ അദ്ദേഹം
ഖസ്റാക്കി നമസ്കരിച്ചിരുന്നില്ല എന്നതാണ്. നമുക്കറിയാം, യാത്രാവേളയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 4 റക്അത്തുള്ള നമസ്കാരങ്ങൾ 2 റക്അത്തുകളാക്കി ചുരുക്കിയാണ് നമസ്കരിച്ചിരുന്നത്. അതിനാണല്ലോ ഖസ്റാക്കി നമസ്കരിക്കുക എന്ന് പറയുന്നത്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അങ്ങനെ തന്നെയാണ് നമസ്കരിച്ചിരുന്നത്. ഉസ്മാൻ റളിയല്ലാഹു അൻഹു തൻ്റെ ഖിലാഫത്തിൻ്റെ ആദ്യകാലത്ത് അങ്ങനെ നമസ്കരിച്ചിരുന്നു. എന്നാൽ പിന്നീട് അദ്ദേഹം മക്കയിൽ വെച്ചുകൊണ്ട് നമസ്കരിച്ചപ്പോൾ ഖസ്റാക്കി അദ്ദേഹം നമസ്കരിച്ചിട്ടില്ല എന്നാണ് ആരോപകരായ ആളുകൾ ഉന്നയിക്കുന്ന മറ്റൊരു വിഷയം. സഹോദരങ്ങളെ, പണ്ഡിതന്മാർ ഇതിന് മറുപടി പറയുമ്പോൾ അവർ പറഞ്ഞത്, ഒന്നാമതായി ഇതൊരു ഇജ്തിഹാദിയായ ഒരു മസലയാണ് എന്നാണ്. അതുകൊണ്ട് ഒരു ഇജ്തിഹാദിയായ വിഷയത്തെ ഫിത്നയുടെ ഒരു ആയുധമാക്കുന്നത് ഒരിക്കലും നീതിയല്ല എന്ന് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടതുണ്ട്. ഇതിൽ ഉസ്മാൻ റളിയല്ലാഹു അൻഹു സ്വീകരിച്ച നിലപാട് അത് ശരിയല്ലായിരുന്നു എങ്കിൽ പോലും ഇജ്തിഹാദിൽ അദ്ദേഹത്തിന് ഒരു പിഴവ് സംഭവിച്ചു എന്ന് മാത്രമാണ് അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ളൂ. അതല്ലാതെ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ വധിച്ചു കളയാൻ മാത്രം ആളുകളെ ഇളക്കി വിടാൻ ഈ ഒരു വിഷയത്തിൽ എന്താണുള്ളത് എന്ന് പണ്ഡിതന്മാർ ചോദിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കഴിഞ്ഞാൽ ആരും മഅ്സൂമുകളായിട്ട് പാപസുരക്ഷിതരായിട്ട് ആരും ഈ ലോകത്തില്ല എന്നുള്ളത് അംഗീകരിക്കപ്പെട്ട ഒരു കാര്യമാണല്ലോ. യഥാർത്ഥത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ തന്നെ നമസ്കാരം ഖസ്റാക്കുന്ന വിഷയത്തിൽ അതിൻ്റെ ഹുക്മിനെ സംബന്ധിച്ച് അഭിപ്രായ വ്യത്യാസമുണ്ട്. ഭൂരിപക്ഷ പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നത് യാത്രയിൽ ഖസ്റാക്കുന്നത് അത് മുസ്തഹബാണ് എന്നാണ്, വിട്ടുകൂടാത്ത പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ട ഒരു സുന്നത്താണ് എന്നാണ് പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നത്. അതായത് ഖസ്റാക്കാതെ ഒരാൾ മുഴുവനും അത് നമസ്കരിക്കുകയാണ് എങ്കിൽ അത് മുബാഹാണ്, അത് അനുവദനീയമാണ് എന്നർത്ഥം. ഒരാൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയ ഇളവ് അത് സ്വീകരിക്കാനോ അത് വേണ്ട എന്ന് വെക്കുവാനുള്ള ഒരു സ്വാതന്ത്ര്യമുണ്ട്. അത് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ദീനിൽ അനുവദിച്ചു തന്നിട്ടുള്ള ഒരു കാര്യമാണ്. സഹോദരങ്ങളെ, ഇവിടെ ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഖസ്റാക്കാതെ നമസ്കരിക്കാൻ ചില കാരണങ്ങളുണ്ടാകാം. ഒന്നുകിൽ അദ്ദേഹം മക്കയിൽ വെച്ച് വിവാഹം കഴിച്ച വ്യക്തിയാണ് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അത് തൻ്റെ നാട് തന്നെയാണ് എന്ന് കണക്കാക്കിക്കൊണ്ട് ഖസ്റാക്കാതെ തൻ്റെ നമസ്കാരം പൂർണ്ണമായി നിർവഹിച്ചതായിരിക്കാം എന്ന് പണ്ഡിതന്മാർ പറയുന്നുണ്ട്. അതല്ല എങ്കിൽ തൻ്റെ കൂടെയുള്ള അഗ്രാബികളായിട്ടുള്ള ആളുകൾ ഈ വിഷയം തെറ്റിദ്ധരിച്ചുകൊണ്ട് തങ്ങളുടെ നാട്ടിൽ വെച്ചുകൊണ്ടും നമസ്കാരം ചുരുക്കി നിർവഹിക്കുമോ എന്ന് ഭയന്നിട്ടാകാം അടിസ്ഥാനപരമായി 4 റക്അത്തുള്ള നമസ്കാരം അത് 2 റക്അത്തായിക്കൊണ്ട് അവർ നമസ്കരിക്കുമോ എന്നുള്ളത് ഭയന്നുകൊണ്ട് അവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് അവിടെ ബോധപൂർവം അങ്ങനെ ഉസ്മാൻ റളിയല്ലാഹു അൻഹു നമസ്കരിച്ചിട്ടുള്ളത് എന്നും പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുള്ളത് കാണാൻ സാധിക്കും. അതിനുള്ള തെളിവായിക്കൊണ്ട് പണ്ഡിതന്മാർ പറയുന്നത് ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്നുള്ള ഒരു റിപ്പോർട്ടാണ്. ഒരിക്കൽ ഒരു യാത്രാവേളയിൽ ആയിഷ റളിയല്ലാഹു അൻഹ ഖസ്റാക്കാതെ നമസ്കരിച്ചപ്പോൾ കൂടെ ഉണ്ടായിരുന്ന ഉർവ റളിയല്ലാഹു അൻഹുവിനോട് അതിനെക്കുറിച്ച് മറ്റുള്ള ആളുകൾ ചോദിച്ചു. അന്നേരം ആയിഷ റളിയല്ലാഹു അൻഹ മറുപടി പറഞ്ഞതായിട്ട് ഉർവ റളിയല്ലാഹു അൻഹു അറിയിച്ചു കൊടുത്തത്, അത് മുമ്പ് ഉസ്മാൻ റളിയല്ലാഹു അൻഹു ചെയ്തതുപോലെ തൻ്റെ കൂടെയുള്ളവർ തെറ്റായി അതിനെ മനസ്സിലാക്കുമോ എന്ന് ഭയന്നത് കൊണ്ടാണ് അവർ ഖസ്റാക്കാതെ പൂർണ്ണമായും ആ നമസ്കാരം നിർവഹിച്ചത് എന്ന് അവർ മറുപടി നൽകുന്നുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഒരു ഇജ്തിഹാദി മസല എടുത്തുകൊണ്ടുവന്ന് അതിനെ വലിയൊരു കുറ്റമായി അവതരിപ്പിച്ച് മഹാനായ ഒരു സ്വഹാബിയെ അപകീർത്തിപ്പെടുത്തുന്നത് അതൊരിക്കലും സത്യാന്വേഷണത്തിൻ്റെ ഒരു വഴിയല്ല എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. അത് തീർച്ചയായിട്ടും ഒരു ഫിത്നയുടെ വഴിയാണ് എന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാൻ സാധിക്കും. ഇനി സഹോദരങ്ങളെ, ഉസ്മാൻ റളിയല്ലാഹു അൻഹുവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ശത്രുക്കൾ ഉന്നയിച്ച 3 ആരോപണങ്ങളുണ്ട്. അതാണ് 8-ാമത്തെയും 9-ാമത്തെയും 10-ാമത്തെയും ആരോപണമായി ഒരുമിച്ച് ചർച്ച ചെയ്യാനുള്ളത്. ആ ആരോപണങ്ങളാണ്: ബദർ യുദ്ധത്തിൽ ഉസ്മാൻ റളിയല്ലാഹു അൻഹു പങ്കെടുത്തിട്ടില്ല, ഉഹദ് യുദ്ധത്തിൽ നിന്ന് അദ്ദേഹം പിന്തിരിഞ്ഞോടി, അതുപോലെ തന്നെ ബൈഅത്തു റിദ്വാനിൽ അദ്ദേഹം പങ്കെടുത്തില്ല എന്നൊക്കെ പറയുന്ന ആരോപണങ്ങൾ. സഹോദരങ്ങളെ, ഈ 3 ആരോപണങ്ങൾക്കും കൃത്യമായി തന്നെ സ്വഹാബികൾ ജീവിച്ചിരിപ്പുള്ള കാലഘട്ടത്തിൽ അവർ തന്നെ മറുപടി നൽകിയിട്ടുണ്ട്. ഇമാം ബുഖാരി അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ ഉദ്ധരിച്ചത് കാണാം. ഒരു ഈജിപ്തുകാരനായ ഒരാൾ വന്നിട്ട് ചില ആളുകളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ചോദിക്കുകയാണ്, ഇവർ ഏത് ജനതയാണ്? അന്നേരം ആളുകൾ പറഞ്ഞു, അവർ ഖുറൈശികളാണ് എന്ന്. അന്നേരം ആ ഈജിപ്തുകാരൻ അവരോട് ചോദിച്ചു, ആരാണ് നിങ്ങളിലെ മുതിർന്ന കാരണവരായിട്ടുള്ള വ്യക്തിയെന്ന്. അവർ പറഞ്ഞു, അത് അബ്ദുല്ലാ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ആണ് എന്ന്. അങ്ങനെ അദ്ദേഹം അബ്ദുല്ലാ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ അരികിൽ ചെന്നുകൊണ്ട് പറഞ്ഞു, എനിക്ക് താങ്കളോട് ചില കാര്യങ്ങൾ ചോദിച്ചറിയാനുണ്ട്, എനിക്കതിന് താങ്കൾ ഉത്തരം നൽകണം. എന്നിട്ട് അദ്ദേഹം ചോദിച്ചു, ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഉഹദ് യുദ്ധത്തിൽ നിന്ന് പിന്തിരിഞ്ഞു ഓടിയ കാര്യം അത് താങ്കൾക്കറിയുമോ? ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അതെ അറിയാം. ഉസ്മാൻ റളിയല്ലാഹു അൻഹു ബദർ യുദ്ധത്തിൽ പങ്കെടുക്കാതിരുന്ന കാര്യം അത് താങ്കൾക്കറിയുമോ എന്നാണ് അടുത്ത ചോദ്യം. അതിനും ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അറിയാം.
ബൈഅത്ത് റിദ്വാനിൽ എന്തുകൊണ്ട് ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഉണ്ടായില്ല എന്നതിനെക്കുറിച്ച് താങ്കൾക്ക് വല്ലതും അറിയുമോ എന്ന്. അതിനും ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അറിയാം. അന്നേരം ആ ഈജിപ്തുകാരൻ അതിനുള്ള മറുപടി കേൾക്കണമെന്ന ആഗ്രഹത്തോടു കൂടി പറഞ്ഞു, അല്ലാഹു അക്ബർ, ഞാൻ ചോദിച്ചറിയാൻ ഉദ്ദേശിച്ച കാര്യങ്ങളുടെ സത്യാവസ്ഥ എന്താണ് എന്ന് താങ്കൾക്കറിയാമല്ലോ എന്ന്. എന്നിട്ട് അദ്ദേഹം ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ വിശദീകരണം കേൾക്കാൻ തയ്യാറായി. അബ്ദുല്ലാ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഈജിപ്തുകാരനോട് പറഞ്ഞു, താങ്കൾ വരൂ, ഞാൻ ഓരോന്നും വിവരിച്ചു തരാം. ഉഹുദിൽ ഉസ്മാൻ റളിയല്ലാഹു അൻഹു പിന്തിരിഞ്ഞോടി എന്ന് പറയുന്ന കാര്യം അത് അള്ളാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് മാപ്പ് നൽകിയിട്ടുള്ള വിഷയമാണ്. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല വാനലോകത്ത് നിന്ന് ഇറക്കിക്കൊടുത്ത സൂറത്ത് ആൽ ഇംറാനിലെ 155 ആയത്ത് അദ്ദേഹത്തിന് ഓതിക്കൊടുത്തു. 2 സംഘങ്ങൾ ഏറ്റുമുട്ടിയ ദിവസം നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് പിന്തിരിഞ്ഞോടിയവരെ തങ്ങളുടെ ചില ചെയ്തികൾ കാരണമായി പിശാച് വഴിതെറ്റിക്കുകയാണ് ഉണ്ടായത്. വലഖദ് അഫല്ലാഹു അൻഹും, അള്ളാഹു അവർക്ക് മാപ്പ് നൽകിയിരിക്കുന്നു. ഇന്നല്ലാഹ ഗഫൂറുൻ ഹലീം, തീർച്ചയായും അള്ളാഹു ഏറെ പൊറുക്കുന്നവനാണ്, സഹനശീലനാണ് എന്ന്. ഇനി ഉസ്മാൻ റളിയല്ലാഹു അൻഹു ബദറിൽ പങ്കെടുക്കാതിരുന്നതിൻ്റെ കാര്യം, അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകൾ അഥവാ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ഭാര്യ ആ ദിവസങ്ങളിൽ രോഗിയായിരുന്നു. അദ്ദേഹം അവരെ ശുശ്രൂഷിക്കുന്നതിന് വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകളുടെ കൂടെയായിരുന്നു. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനോട് പ്രത്യേകമായി പറഞ്ഞു, ബദറിൽ പങ്കെടുത്ത ഓരോരുത്തർക്കും കിട്ടുന്ന പ്രതിഫലവും യുദ്ധാർജിത സമ്പത്തിൻ്റെ ഓഹരിയും അത് താങ്കൾക്കും ഉണ്ടായിരിക്കും എന്നാണ്. അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിർദ്ദേശപ്രകാരമാണ് ഉസ്മാൻ റളിയല്ലാഹു അൻഹു ബദറിൽ പങ്കെടുക്കാതിരുന്നത് എന്നർത്ഥം. ഇനി സഹോദരങ്ങളെ, ഉസ്മാൻ റളിയല്ലാഹു അൻഹു ബൈഅത്തു റിദ്വാനിൽ പങ്കെടുക്കാതിരുന്നതിൻ്റെ കാരണം അത് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, അന്നേ ദിവസം ഖുറൈശികളുമായി സംസാരിക്കുന്നതിന് വേണ്ടി മക്കയിലേക്ക് നിയോഗിക്കാൻ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനേക്കാൾ പ്രതാപിയായ മറ്റൊരാളുണ്ട് എങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ മക്കയിലേക്ക് അയക്കുമായിരുന്നു എന്നാണ്. എന്നാൽ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ പ്രതിനിധിയായി മക്കയിലേക്ക് നിയോഗിച്ചത്. അങ്ങനെ അദ്ദേഹം മക്കയിലേക്ക് പോയ സമയത്താണ് പ്രശസ്തമായ ആ ബൈഅത്തു റിദ്വാൻ ഉണ്ടായിട്ടുള്ളത്. മാത്രമല്ല മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ബൈഅത്തിൻ്റെ സമയത്ത് തൻ്റെ വലത് കൈ നീട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു, ഇത് ഉസ്മാനിൻ്റെ കൈയാണ് എന്ന്. ഇത് പറഞ്ഞതിന് ശേഷം ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ആ ഈജിപ്തുകാരനോട് പറഞ്ഞു, ഇനി ഈ വിവരവുമായി താങ്കൾക്ക് മടങ്ങാമെന്ന്. എത്ര കൃത്യമാണ് അബ്ദുല്ലാ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു നൽകിയ ഈ ഒരു വിശദീകരണം. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ കുറ്റപ്പെടുത്താൻ കൊണ്ടുവന്ന ഓരോ ആരോപണങ്ങളും ഒടുവിൽ അദ്ദേഹത്തിൻ്റെ മഹത്വം കൂടുതൽ തെളിയിക്കുന്നതായിട്ടാണ് നമുക്കിവിടെ അനുഭവപ്പെടുന്നത്. ഇനി സഹോദരങ്ങളെ, ഉസ്മാൻ റളിയല്ലാഹു അൻഹുവുമായി ബന്ധപ്പെട്ട 11ാമത്തെ ആരോപണം അത് ഹുർമുസാനിനെ വധിച്ച ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ മകൻ ഉബൈദുള്ള റളിയല്ലാഹു അൻഹുവിനെ വധശിക്ഷ വിധിച്ചിട്ടില്ല എന്ന കാര്യമാണ്. അതായത് ഹുർമുസാൻ എന്ന് പറയുന്നത് ഫാർസികളുടെ ഒരു പ്രമുഖ സൈനിക നേതാവായിരുന്നു. ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഭരണകാലഘട്ടത്തിൽ മുസ്ലിങ്ങളുമായുള്ള യുദ്ധങ്ങൾക്ക് ശേഷം അയാൾ ബന്ദിയായി പിടിക്കപ്പെടുകയും അതിനുശേഷം പിന്നീട് ഈ വ്യക്തി ഇസ്ലാം സ്വീകരിക്കുകയും ചെയ്തിട്ടുള്ളതാണ്. എന്നാൽ ഉമർ റളിയല്ലാഹു അൻഹുവിനെ അബൂ ലുഅ്ലുഅത്ത് എന്ന മജൂസി വധിച്ചതുമായി ബന്ധപ്പെട്ടതിന് പിന്നിൽ ഈ ഹുർമുസാൻ എന്ന് പറയുന്ന വ്യക്തിക്കും കൃത്യമായ പങ്കുണ്ട് എന്ന് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ മകൻ ഉബൈദുള്ള റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ കൊന്നുകളഞ്ഞു. ഇതാണ് ചരിത്രപ്രസിദ്ധമായിട്ടുള്ള സംഭവം. ഈ സംഭവത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് പിന്നീട് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെതിരായ കുഴപ്പക്കാരായ ആളുകൾ പ്രശ്നമുന്നയിക്കുന്നത്. ഒരു കൊലപാതകം നടത്തിയ ഉബൈദുള്ള ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനെ ഉസ്മാൻ റളിയല്ലാഹു അൻഹു വെറുതെ വിട്ടു എന്നതാണ് അവർ ഉന്നയിച്ച പ്രധാനപ്പെട്ട മറ്റൊരു ആരോപണം. സഹോദരങ്ങളെ, പണ്ഡിതന്മാർ ഈ വിഷയവും ചർച്ച ചെയ്തിട്ടുള്ളതാണ്. ഇബ്നു സഅദ് റഹിമഹുള്ളയുടെ ത്വബഖാത്തിൽ ഈ സംഭവം പ്രമുഖ താബിഈ പണ്ഡിതനായ സഈദ് ഇബ്നു മുസയ്യിബ് റഹിമഹുള്ള പറയുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഉമർ റളിയല്ലാഹു അൻഹു വധിക്കപ്പെട്ട സമയത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ മകൻ അബ്ദുറഹ്മാൻ പറഞ്ഞു എന്നാണ്. അദ്ദേഹം ഉമർ റളിയല്ലാഹു അൻഹുവിനെ വധിച്ച അബൂ ലുഅ്ലുഅത്തിൻ്റെ അരികിലൂടെ നടന്നു പോയപ്പോൾ അന്നേരം അയാളുടെ കൂടെ ജുഫൈനയും ഹുർമുസാനും ഉണ്ടായിരുന്നു എന്നാണ്. അവരെന്തോ രഹസ്യമായി സംസാരിക്കുകയായിരുന്നു ആ സമയം. ഞാൻ അവരുടെ അരികിലെത്തിയപ്പോൾ അവർ എഴുന്നേറ്റ് നിന്നു. അവർക്കിടയിൽ നിന്ന് ഇരുതലയുള്ള ഒരു കടാര താഴെ വീണു. ഉമർ റളിയല്ലാഹു അൻഹു വധിക്കപ്പെട്ടത് ആ കടാര കൊണ്ടാണോ എന്ന് നിങ്ങൾ നോക്കണം എന്ന് അബ്ദുറഹ്മാൻ ബിൻ അബീ ബക്കർ റളിയല്ലാഹു അൻഹു ആവശ്യപ്പെടുന്നുണ്ട്. അങ്ങനെ അവർ പരിശോധിച്ചപ്പോൾ അത് അതേ കടാരയാണ് എന്ന് അവർക്ക് ബോധ്യപ്പെട്ടു. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഉബൈദുള്ള ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അവിടെ നിന്ന് ധൃതിയിൽ പോവുകയും ഹുർമുസാൻ്റെ നേരെ പോയി അയാൾക്ക് നേരെ വാളുയർത്തി ആ വാളിൻ്റെ ചൂടറിയുന്നതിന് മുമ്പ്
അയാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുകയും ചെയ്തു. അതിനുശേഷം ഉബൈദുള്ള റളിയല്ലാഹു അൻഹു ജുഫൈനയെ വിളിച്ചുകൊണ്ട്, അയാൾ ഹീറയിലെ ക്രൈസ്തവരിൽപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു. ഉബൈദുള്ള റളിയല്ലാഹു അൻഹു അയാൾക്കെതിരെയും തൻ്റെ വാൾ ഉയർത്തി അവരെ കൊലപ്പെടുത്തി. അയാൾ വാൾ ഉയർത്തുന്നതിന് മുമ്പ് കണ്ണുകൾക്കിടയിൽ കുരിശു വരച്ചു എന്നാണ് ചരിത്രം പറയുന്നത്. അതിനുശേഷം ഉബൈദുള്ള റളിയല്ലാഹു അൻഹു അബൂ ലുഅലത്തിൻ്റെ മകളെയും കൊന്നുകളഞ്ഞു. ആ മകളും മുസ്ലിമായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ഇനി അവരുമായി ബന്ധമുള്ള മദീനയിലെ ഒരു അടിമയെപ്പോലും കൊല്ലാതെ ഞാൻ വെറുതെ വിടുകയില്ല എന്ന് ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ മകൻ ഉബൈദുള്ള റളിയല്ലാഹു അൻഹു പ്രഖ്യാപിച്ചു. എന്നാൽ ആ ഒരു തീരുമാനത്തെ മുഹാജിറുകളിൽപ്പെട്ട പല സ്വഹാബികളും അതിനെ തടയുകയും അദ്ദേഹത്തെ താക്കീത് ചെയ്യുകയും ചെയ്തു എന്ന് ചരിത്രത്തിൽ വായിക്കാൻ സാധിക്കും. അപ്പോഴും അദ്ദേഹം പറഞ്ഞുകൊണ്ടിരുന്നു, അള്ളാഹു ആണ് സത്യം, ഞാൻ ഇനിയും ഈ പറഞ്ഞ ആളുകൾ മുഴുവൻ കൊല്ലുക തന്നെ ചെയ്യുമെന്ന്. ഇതിനിടയിൽ അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിനൊരു വാൾ സമ്മാനിക്കുന്നുണ്ട്. ആ സമയം സഅദ് ബിൻ അബി വക്കാസ് റളിയല്ലാഹു അൻഹു അവിടേക്ക് കടന്നു വന്നുകൊണ്ട് ആ രണ്ടാളുകളെയും പിടിച്ച് നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതിനുശേഷം ഉസ്മാൻ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ ഖലീഫയായി തെരഞ്ഞെടുക്കുന്നതിന് തൊട്ടു മുമ്പ് അവിടേക്ക് കടന്നു വരുന്നുണ്ട്. ഉബൈദുള്ള റളിയല്ലാഹു അൻഹുവിനെ വളരെ ശക്തമായി ഉസ്മാൻ റളിയല്ലാഹു അൻഹു ശകാരിക്കുകയും പരസ്പരം വാക്ക് തർക്കങ്ങൾ ഉണ്ടാവുകയും ചെയ്തു എന്ന് കൃത്യമായി ചരിത്രത്തിൽ നമുക്ക് വായിക്കാൻ സാധിക്കും. ഉബൈദുള്ള റളിയല്ലാഹു അൻഹു ജുഫൈനയെയും ഹുർമുസിനെയും അബൂ ലുഅലത്തിൻ്റെ മകളെയും ഒക്കെ കൊന്ന ആ ഒരു രാത്രി, അത് സഹാബികൾക്കും അതുപോലെ തന്നെ മറ്റു സത്യവിശ്വാസികളായിട്ടുള്ള ആളുകൾക്കൊക്കെ വല്ലാത്ത മനപ്രയാസമുണ്ടാക്കിയ ഒരു രാത്രിയായിരുന്നു. പിന്നീട് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ മൂന്നാമത്തെ ഖലീഫയായി തെരഞ്ഞെടുത്ത ആ ഒരു സന്ദർഭത്തിൽ മുഹാജിറുകളെയും അൻസാറുകളെയും വിളിച്ചുകൊണ്ട് ഉസ്മാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ദീനിൽ പിളർപ്പുണ്ടാക്കാൻ ശ്രമിച്ച ഈ മനുഷ്യനെ കൊന്നവനെ എനിക്ക് കാണിച്ചു തരണം എന്നാണ്. ഉസ്മാൻ റളിയല്ലാഹു അൻഹു ആ കൊലപാതകം നടത്തിയ ഉബൈദുള്ള റളിയല്ലാഹു അൻഹുവിന് നേരെ വധശിക്ഷ നടപ്പിലാക്കാൻ പോവുകയാണ് എന്ന കാര്യം വീണ്ടും മദീനയിലാകെ പ്രചരിച്ചു. അന്നേരം മുഹാജിറുകളിൽപ്പെട്ട എല്ലാവരും ഒരുമിക്കുകയും ഭൂരിപക്ഷം വരുന്ന ആളുകളും ഉബൈദുള്ള റളിയല്ലാഹു അൻഹുവിൻ്റെ കൂടെ യോജിപ്പ് പ്രകടിപ്പിച്ചുകൊണ്ട് അവരവിടെ ഉറച്ച നിലപാടുകളുമായി നിലകൊണ്ടു. ജുഫൈനക്കും ഹുർമുസാനും നാശം സംഭവിക്കട്ടെ എന്നും അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെ നന്മയിൽ നിന്ന് അകറ്റി മാറ്റട്ടെ എന്നും ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ അവസ്ഥ അദ്ദേഹത്തിൻ്റെ മകനും ഉണ്ടാകണമെന്നാണോ താങ്കൾ ഉദ്ദേശിക്കുന്നത് എന്നൊക്കെ അവർ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുന്നുണ്ട്, ആവലാതിപ്പെടുന്നുണ്ട്. അങ്ങനെ ആ വിഷയത്തിൽ കാര്യമായ ഒരു അഭിപ്രായ വ്യത്യാസവും ബഹളവുമൊക്കെ അവർക്കിടയിൽ വർദ്ധിച്ച സാഹചര്യത്തിൽ അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹു ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, അമീറുൽ മുഅ്മിനീൻ, ഈ കാര്യം ജനങ്ങൾ നിങ്ങളെ അധികാരം ഏൽപ്പിക്കുന്നതിന് മുമ്പ് നടന്ന ഒരു പ്രശ്നമാണ്, അതുകൊണ്ട് അത് നിങ്ങൾ അവഗണിക്കണം എന്നാണ്. സഹോദരങ്ങളെ, ഇവിടെ ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഉബൈദുള്ള റളിയല്ലാഹു അൻഹുവിനെ വധിക്കാതിരുന്നതിൽ, ശിക്ഷാ നടപടി സ്വീകരിക്കാതിരുന്നതിൽ 3 കാര്യങ്ങൾ അടയാളപ്പെടുത്തിയതായിട്ട് കാണാൻ സാധിക്കും. ഒന്ന്, ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ വധത്തിൽ പങ്കാളിയായ ഹുർമുസാൻ അയാൾ വധിക്കപ്പെടാൻ അർഹനാണ് എന്നുള്ളതാണ് ഒന്നാമത്തെ ന്യായമായി പണ്ഡിതന്മാർ പറഞ്ഞത്. കാരണം അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ മകൻ അബ്ദുറഹ്മാൻ സാക്ഷ്യം പറഞ്ഞതുപോലെ അബൂ ലുഅലത്തിൻ്റെ കൂടെ ഉമർ റളിയല്ലാഹു അൻഹുവിനെ വധിക്കുന്ന ഗൂഢാലോചനയിൽ ഹുർമുസാനും പങ്കുണ്ട് എന്നുള്ളതാണ്. ഇനി രണ്ടാമത്തെ കാര്യം, ഒരു യുദ്ധത്തിൽ മുമ്പ് ഉസാമ റളിയല്ലാഹു അൻഹു ധാരാളം മുസ്ലിങ്ങളെ വധിച്ചു കളഞ്ഞ ഒരു മുശ്രിക്കിനെ കണ്ടുമുട്ടുകയാണ്. ഉസാമ റളിയല്ലാഹു അൻഹു അയാളെ കൊലപ്പെടുത്താൻ വേണ്ടി അയാളുടെ അരികിലേക്ക് ഓടിച്ചെന്നപ്പോൾ അയാൾ പേടിച്ചുകൊണ്ടൊരു മരത്തിൻ്റെ പുറകിൽ പോയി ഒളിച്ചു നിൽക്കുന്നുണ്ട്. പിന്നീട് ഉസാമ റളിയല്ലാഹു അൻഹു അയാളെ കൊല്ലാൻ വാളോങ്ങിയ സന്ദർഭത്തിൽ അയാൾ ഷഹാദത്ത് കലിമ ചൊല്ലി. എന്നാൽ ഉസാമ റളിയല്ലാഹു അൻഹു അയാളെ ആ ഷഹാദത്ത് കലിമ പരിഗണിക്കാതെ വധിച്ചു കളയുകയാണ് ചെയ്തത്. ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ കൊലപാതകം നടത്തിയ ഉസാമ റളിയല്ലാഹു അൻഹുവിനെ വളരെ ശക്തമായി ആക്ഷേപിച്ചുകൊണ്ട് പറഞ്ഞു, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഒരാൾ ഉരുവിട്ടിട്ടും നീ അയാളെ വധിക്കുകയാണോ ചെയ്തത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നുണ്ട്. അന്നേരം ഉസാമ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അയാൾ വാൾ പേടിച്ചുകൊണ്ട് മാത്രം കലിമ ചൊല്ലിയതാണ് റസൂലേ. അന്നേരം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു ചോദിക്കുന്നത്, നീ അയാളുടെ ഹൃദയം കുത്തി തുറന്ന് നോക്കിയിട്ടുണ്ടോ എന്നാണ്. ഉസാമ റളിയല്ലാഹു അൻഹു പിന്നീട് പറയുന്നുണ്ട്, ഈ സംഭവം നടക്കുന്നതിന് മുമ്പ് ഞാൻ മുസ്ലിം അല്ലായിരുന്നു എങ്കിൽ അത് എത്ര നന്നായിരുന്നേനെ എന്ന് ഞാൻ ആശിച്ചു പോയി എന്ന് ഉസാമ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. സഹോദരങ്ങളെ, ഈ സംഭവത്തിൽ ഒരു കൊലപാതകം ചെയ്ത ഉസാമ റളിയല്ലാഹു അൻഹുവിനെ വധിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൽപ്പിക്കുകയോ മറ്റു ശിക്ഷാ നടപടികൾ സ്വീകരിക്കുകയോ ചെയ്തിട്ടില്ല. കാരണം അദ്ദേഹത്തിൻ്റെ പ്രത്യേകമായ ആ സാഹചര്യമനുസരിച്ചാണ് ഈ വിഷയത്തെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വിലയിരുത്തിയിട്ടുള്ളത്. അതുപോലെ ഉബൈദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ പേരിൽ ഒരു ശിക്ഷാ നടപടി സ്വീകരിക്കാതിരിക്കാൻ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുണ്ടായ പല പ്രത്യേക സാഹചര്യങ്ങൾ വിലയിരുത്തുകയും അതിലൊരു തീരുമാനം എടുക്കാനുള്ള ഒരു അധികാരം
അദ്ദേഹം ഉപയോഗപ്പെടുത്തുകയുമാണ് ചെയ്തിട്ടുള്ളത്. ഇനി മൂന്നാമതായി നമ്മളിവിടെ മനസ്സിലാക്കേണ്ട വിഷയം, കൊല്ലപ്പെട്ട ഹുർമുസാൻ രക്ഷിതാവില്ലാത്ത ഒരു വ്യക്തിയാണ്. ഇസ്ലാമിൽ രക്ഷിതാവില്ലാത്ത വ്യക്തിയുടെ രക്ഷിതാവ് അത് ഭരണാധികാരിയാണ്. കൊല്ലപ്പെട്ടവൻ്റെ രക്ഷിതാവിന് കൊലപാതകിയായ വ്യക്തിക്ക് വധശിക്ഷയിൽ നിന്ന് ഇളവ് നൽകാനുള്ള അവകാശമുണ്ട്. അതുകൊണ്ട് ഉബൈദുള്ള റളിയല്ലാഹു അൻഹുവിന് വധശിക്ഷയിൽ ഇളവ് കൊടുക്കാൻ ഒരു രക്ഷിതാവിൻ്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് അദ്ദേഹത്തിന് തീരുമാനിക്കാൻ സാധിക്കും. കൊല്ലപ്പെട്ട ജുഫൈനയുടെ കാര്യത്തിലും അബൂ ലുഅ്ലുഅത്തിൻ്റെ മകളുടെ കാര്യത്തിലും അതിൻ്റെ ബാധ്യത സ്വന്തം സമ്പത്തിൽ നിന്ന് എടുത്തുകൊണ്ട് ഉസ്മാൻ റളിയല്ലാഹു അൻഹു ദിയ നൽകുകയാണ് ചെയ്തിട്ടുള്ളത് എന്ന് ചരിത്രം നമുക്ക് പറഞ്ഞു തരുന്നത്. ഇവിടെയൊന്നും ആ മഹാനായ സ്വഹാബിയെ വിമർശിക്കാൻ ഒരു പഴുതുമില്ല എന്നുള്ളത് കൃത്യമായി നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് സഹോദരങ്ങളെ. ഇനി ഉസ്മാൻ റളിയല്ലാഹു അൻഹുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള 12ാമത്തെ ആരോപണം, അത് ജുമുഅ നമസ്കാരത്തിന് അദ്ദേഹം രണ്ടാമതൊരു ബാങ്ക് വർദ്ധിപ്പിച്ചു എന്നുള്ളതാണ്. എന്നാൽ സഹോദരങ്ങളെ, ഈ വിഷയം ഒരു കുറ്റമായി അവതരിപ്പിക്കപ്പെടുന്നത് ഒരിക്കലും നീതിയല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടില്ലേ, നിങ്ങൾ എൻ്റെ ചര്യയും എനിക്ക് ശേഷം സന്മാർഗികളും മാർഗദർശികളുമായ ഖലീഫമാരുടെ ചര്യയും നിങ്ങൾ മുറുകെ പിടിക്കണമെന്ന്. ഉസ്മാൻ റളിയല്ലാഹു അൻഹു ആ ഖുലഫാഉ റാഷിദീങ്ങളിൽ വളരെ പ്രമുഖനായ ഒരു വ്യക്തിത്വമാണ്. മദീന എന്ന പ്രദേശം വികസിക്കുകയും ജനസംഖ്യ വർദ്ധിക്കുകയും അങ്ങാടികളും താമസ സ്ഥലങ്ങളും വ്യാപിക്കുകയും ചെയ്തപ്പോൾ ജുമുഅയുടെ ബാങ്ക് എല്ലാവർക്കും കേൾക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ടായി. അതുകൊണ്ട് ജുമുഅയുടെ സമയം ഇത് അടുത്തിരിക്കുന്നു എന്ന് ജനങ്ങളെ മുൻകൂട്ടി അറിയിക്കാൻ വേണ്ടി ഉസ്മാൻ റളിയല്ലാഹു അൻഹു അങ്ങാടിയിൽ ബാങ്ക് വിളിക്കാൻ ഒരാളെ നിയമിച്ചു എന്നത് ഒരു സ്വഹാബിയും വിമർശിക്കാത്ത വിഷയമാണ്. എല്ലാ സ്വഹാബികളും ഉസ്മാൻ റളിയല്ലാഹു അൻഹു അവിടെ ചെയ്ത ആ ഒരു പ്രവർത്തനത്തോട് യോജിപ്പ് രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ സ്വഹാബികൾക്കിടയിൽ ഇജ്മാ ഉള്ള ഒരു വിഷയമാണ് ഇത്. അതിനെ ഒരിക്കലും നമുക്ക് വിമർശിക്കാൻ സാധിക്കുകയില്ല. ജനങ്ങൾക്ക് നന്മ ലഭിക്കാൻ വേണ്ടി, ജുമുഅ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി ഉസ്മാൻ റളിയല്ലാഹു അൻഹു ചെയ്ത ഈ ഒരു പ്രവർത്തനം, അത് ഫജറിന് മുമ്പ് ഇതുപോലെ ഒരു ബാങ്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിശ്ചയിച്ചു തന്നതിലേക്ക് കിയാസാക്കിക്കൊണ്ടാണ് ഉസ്മാൻ റളിയല്ലാഹു അൻഹു അപ്രകാരം ചെയ്തിട്ടുള്ളത് എന്നും പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ടുള്ളത് നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ഈ ഒരു പ്രവർത്തനത്തിൽ നമ്മൾ കാണേണ്ടത് അതൊരു കുറ്റമല്ല, മറിച്ച് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ദീർഘദൃഷ്ടിയാണ് ഈ വിഷയത്തിൽ ഉയർന്നു നിൽക്കുന്നത് എന്ന് സഹോദരങ്ങളെ നമ്മൾ പ്രത്യേകമായി കൊണ്ട് മനസ്സിലാക്കേണ്ടതുണ്ട്. ഇനി ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ മേൽ ശത്രുക്കൾ കൊണ്ടുവന്ന 13ാമത്തെ ആരോപണം, അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിൽ നിന്ന് നാട് കടത്തിയവരെ തിരിച്ചെടുത്തു എന്നതാണ്. എന്നാൽ സഹോദരങ്ങളെ, ഈ ആരോപണവും ശാന്തമായി നമ്മളൊന്ന് പരിശോധിച്ചാൽ അത് നിലനിൽക്കാത്ത, കഴമ്പില്ലാത്ത ആരോപണമാണ് എന്ന് വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈ വിഷയത്തിൽ പണ്ഡിതന്മാർ 3 കാര്യങ്ങൾ ഉണർത്തിക്കൊണ്ട് മറുപടി പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, ഈ ആരോപണം ഉന്നയിച്ച സംഭവം അത് സ്വഹീഹായ സനദിലൂടെ സ്ഥിരപ്പെട്ടു വന്നിട്ടേയില്ല എന്നതാണ്. 2, മക്കം ഫത്ഹിൻ്റെ ദിവസം മുസ്ലിമായ ആളുകളാണ് ഇവർ ഉയർത്തിക്കാട്ടിയിട്ടുള്ള ഈ ആളുകൾ. അവർ മുസ്ലിം ആയതോടുകൂടി നാടുകടത്തൽ ശിക്ഷയിൽ നിന്ന് ഇളവ് നേടിയെടുത്ത ആളുകളാണ്. അതിനുശേഷം അവർ മക്കയിൽ തന്നെയാണ് താമസിച്ചിട്ടുള്ളത്. അവർ മദീനയിൽ വന്ന് താമസമാക്കിയിട്ടുള്ള ഒരു രേഖയുമില്ല. പിന്നെ എങ്ങനെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ മദീനയിൽ നിന്ന് നാട് കടത്തി എന്ന് പറയുന്നത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിൽ നിന്ന് നാട് കടത്തിയവരെ ഉസ്മാൻ റളിയല്ലാഹു അൻഹു തിരികെ കൊണ്ടുവന്നു എന്ന് പറയുന്ന വാദം യാതൊരു അടിസ്ഥാനവുമില്ലാത്ത ഒരു വാദമാണ്. 3, ഇസ്ലാമിലെ നാട് കടത്തൽ എന്ന് പറയുന്ന ശിക്ഷാരീതി അത് ആയുഷ്കാലത്തേക്കുള്ള ഒരു ശിക്ഷയല്ല, അത് 1 വർഷത്തേക്കുള്ളത് മാത്രമാണ് എന്ന് പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നുണ്ട്. അതുതന്നെ വ്യഭിചാരിയായ ആളിനെ നാട് കടത്തുന്ന വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഈ ചർച്ച മുഴുവൻ വന്നിട്ടുള്ളത്. ഒരു വ്യക്തിയെ ആയുഷ്കാലത്തേക്ക് നാട് കടത്തിയ ഒരു വിധി അത് ഇസ്ലാമിക ചരിത്രത്തിൽ എവിടെയും ഉണ്ടായിട്ടില്ല എന്നുള്ളത് സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഒരാളെ മര്യാദ പഠിപ്പിക്കുന്നതിന് വേണ്ടി ഭരണാധികാരി നൽകുന്ന ഒരു ശിക്ഷയാണ് നാട് കടത്തൽ എന്ന് പറയുന്നത്. അപ്പോൾ ഒരാളെ ആയുഷ്കാലത്തേക്ക് മുഴുവൻ നാട് കടത്തുന്ന രീതി ഏത് കുറ്റത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് അവർ ഉന്നയിക്കുന്നത് എന്ന് പണ്ഡിതന്മാർ ചോദിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നാട് കടത്തിയതിന് ശേഷം തിരിച്ചെടുക്കപ്പെട്ടവരാണ് അവർ എങ്കിൽ അതിനുശേഷം അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെയും ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെയും ഖിലാഫത്ത് കാലം കഴിഞ്ഞിട്ടും ഏകദേശം 15 വർഷമെങ്കിലും കഴിഞ്ഞിട്ട് അവരെ മടക്കിയെടുത്താൽ ഏത് ശരീഅത്തിൻ്റെ വിധി അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് അത് വലിയ ഒരു അപരാധമായിട്ട് ഉയർത്തി കാണിക്കാൻ വേണ്ടി സാധിക്കുക? സഹോദരങ്ങളെ, ഈ രൂപത്തിൽ
ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെതിരെ ശത്രുക്കൾ കൊണ്ടുവന്ന ആരോപണങ്ങൾ ഓരോന്നും നമ്മൾ എടുത്ത് പരിശോധിച്ചാൽ അതിൻ്റെ എല്ലാം പൊള്ളത്തരങ്ങൾ ഇതുപോലെ നമുക്ക് പുറത്തു കൊണ്ടുവരാൻ സാധിക്കുന്നതാണ്. ചില ആരോപണങ്ങളെല്ലാം പച്ചക്കളവുകളായിരിക്കുമെന്നത് നമുക്ക് ബോധ്യപ്പെട്ടിട്ടുള്ള ഒരു വിഷയമാണ്. ചിലതൊക്കെ ഹക്കും ബാത്തിലും കൂട്ടിച്ചേർത്ത് കൊണ്ടുള്ളതായിരിക്കും. ചിലതിൽ മുൻധാരണകളുണ്ട്. ചിലത് ഇജ്തിഹാദിയായ വിഷയങ്ങളെ ഒരു കുറ്റപത്രമാക്കി അവതരിപ്പിച്ചതായിരിക്കും. നമ്മുടെ കേരളത്തിൽ തന്നെ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ അപകീർത്തിപ്പെടുത്തുന്ന ധാരാളം പുസ്തകങ്ങൾ രചിക്കപ്പെട്ടിട്ടുണ്ട്. ഒരുപാട് ഗ്രന്ഥങ്ങൾ ഇത് സംബന്ധമായിട്ടുള്ളത് നമുക്ക് കാണിച്ചു തരാൻ സാധിക്കും. ഷിയായിസത്തിൽ നിന്ന് ആവേശം വന്ന ജമാഅത്തെ ഇസ്ലാമി പോലെയുള്ള പ്രസ്ഥാനങ്ങൾ ഒരുപാട് ഗ്രന്ഥങ്ങൾ ഈ വക വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ നാട്ടിൽ പ്രചരിപ്പിച്ചിട്ടുണ്ട്. മഹാനായ സ്വഹാബിയെക്കുറിച്ച് വിശ്വാസികൾക്കിടയിൽ ധാരാളം തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കുന്ന പല ചരിത്രങ്ങളും എഴുതി കുറിച്ചിട്ടുണ്ട്. ഒരു ഉദാഹരണം മാത്രം ഈ വിഷയ സംബന്ധമായിട്ട് ചൂണ്ടിക്കാണിക്കാം. IPH പുറത്തിറക്കിയ ഖിലാഫത്തും രാജവാഴ്ചയും എന്ന അബുൽ ആല മൗദൂദി സാഹിബിൻ്റെ പുസ്തകം. അതിലെ 76-ാമത്തെ പേജ് മുതൽ വ്യതിയാനത്തിൻ്റെ ആരംഭം എന്ന് തുടങ്ങുന്ന ഒരു തലക്കെട്ടോടുകൂടി ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന് നേരെയുള്ള ആക്രമണം അദ്ദേഹം ആരംഭിക്കുന്നുണ്ട്. എന്നിട്ട് അതിലെ 85-ാമത്തെ പേജിൽ മൗദൂദി സാഹിബ് എഴുതുകയാണ്, ഹസ്രത്ത് ഉസ്മാൻ സ്വീകരിച്ച നയനിലപാടുകളുടെ ഈ വശം നിസ്സംശയം തെറ്റായിരുന്നു. തെറ്റായ കാര്യം ഏതവസ്ഥയിലും തെറ്റു തന്നെയാണ്. അതാര് ചെയ്താലും അതിനെ വെള്ളപൂശി ശരിയാക്കാൻ ശ്രമിക്കുന്നത് ബുദ്ധിപൂർവകമോ നീതീകരിക്കത്തക്കതോ അല്ല. സ്വഹാബിയുടെ തെറ്റായി ഗണിക്കരുതെന്ന് ദീൻ ആവശ്യപ്പെടുന്നുമില്ല. എത്ര ഗൗരവമുള്ള വാക്കാണ് ഇവിടെ അബുൽ ആല മൗദൂദി സാഹിബ് എഴുതി വച്ചിട്ടുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇവിടെ ഉദ്ധരിച്ച ഈ ഒരു ഭാഗം മാത്രം വായിച്ചാൽ മനസ്സിലാകും ജമാഅത്തെ ഇസ്ലാമി ഇന്ന് നിൽക്കുന്ന പ്ലാറ്റ്ഫോം അത് എവിടെയാണ് എന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. ഷിഈസത്തിൻ്റെ ആലയത്തിൽ പല വിശ്വാസങ്ങളും പല പ്രവർത്തനങ്ങളും കെട്ടിയിട്ട ഒരു വിഭാഗമാണ്. സുന്നികളുടെ വേഷം ധരിച്ചുകൊണ്ട് സ്വഹാബികളെ ആക്ഷേപിക്കുന്ന ഒരു വിഭാഗമാണ്. ഷിഈസത്തിൻ്റെ ചരിത്രം നമ്മളിലേക്ക് പ്രസരിപ്പിക്കുന്ന ഒരു വിഭാഗമാണ് യഥാർത്ഥത്തിൽ ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്നത്. എന്നാൽ സഹോദരങ്ങളെ, ആര് തന്നെ ആയാലും എത്ര തന്നെ വിമർശനങ്ങൾ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ പേരിൽ ആരോപിച്ചാലും ആ ആരോപണങ്ങളെല്ലാം വസ്തുനിഷ്ഠമായി നമ്മൾ പരിശോധിക്കുമ്പോൾ ഒരു സത്യം ബാക്കിയാകുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ മഹത്വം അവിടെയൊന്നും കുറയുകയല്ല ചെയ്യുന്നത്. മറിച്ച് ആരോപണങ്ങളുടെ പൊള്ളത്തരങ്ങൾ മറനീങ്ങുമ്പോൾ ആ മഹാനായ സ്വഹാബിയുടെ മഹിമയാണ് അവിടെയെല്ലാം തെളിഞ്ഞ് പ്രകാശിച്ചു കൊണ്ടിരിക്കുന്നത് എന്നാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തെയും നമ്മളെയുമൊക്കെ അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂടാനുള്ള സൗഭാഗ്യം കനിഞ്ഞു നൽകി അനുഗ്രഹിക്കട്ടെ. വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബിയിന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇന്നൽ ഉലമാഅ ലം യുവർരിസു ദിർഹമൻ വലാ ദീനാറൻ വഇന്നമാ വറസു അൽ ഇൽം